മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പവർ ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ആണ് നോക്കിയത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ അറസ്റ്റ് വിതൗട്ട് വാറന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 35 അറസ്റ്റ് വിതൗട്ട് വാറന്റ് എന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കേസ് ലോസ് ആണ് നോക്കുന്നത്. അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കേസ് ലോസ് ആണ് നമ്മൾ നോക്കുന്നത്. കൂടാതെ അറസ്റ്റിന്റെ ബാക്കി സെക്ഷൻസ് കൂടിയാണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് കേസസ് അവർ ചോദിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കേരള ഹൈക്കോർട്ടിന്റെ റീസെന്റ് ആയിട്ട് വന്ന ഈ നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിന്റെ സബ്ജക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസിഷൻസ് ഒക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കിയിട്ട് പോകണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ലൈവ് ലോയോ ബാർ ആൻഡ് ബെഞ്ചോ അങ്ങനെ ഏതെങ്കിലും പേജ് റെഗുലർലി ഫോളോ ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്കത് ഫോളോ ചെയ്യാൻ സാധിക്കും. റെഗുലർലി ഫോളോ ചെയ്തിട്ട് ഹൈക്കോർട്ട് ഡിസിഷൻസ്, എസ്പെഷ്യലി കേരള ഹൈക്കോർട്ട് പിന്നെ സുപ്രീം കോടതി ഡിസിഷൻസും ഒക്കെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടല്ലോ, അത് ലാൻഡ്മാർക്ക് ആയിട്ട് വരുന്ന ഡിസിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ബെഞ്ചോ കാര്യങ്ങളോ ഒന്നും ഓർത്തില്ലെങ്കിലും പാർട്ടീസിന്റെ പേര് അറ്റ്ലീസ്റ്റ് നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് റെഗുലർലി നമ്മൾ പഠിക്കുമ്പോൾ CRPC ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ലാൻഡ്മാർക്ക് ആയിട്ട് പഠിക്കുന്ന കുറെ കേസ് ലോസും ഡിസിഷൻസും ഒക്കെ ഇല്ലേ, ഈ കേസ് ലോസും ഡിസിഷൻസും ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും ടോപ്പിക്സ് പഠിച്ചുവെങ്കിലും ഇത്രയും ടോപ്പിക്സിലും അങ്ങനെ കേസ് ലോസിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്ന രീതിയിലുള്ള സെക്ഷൻസ് ഒന്നും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ അറസ്റ്റ് എന്ന ടോപ്പിക്ക് മുതലാണ് നമുക്ക് കേസ് ലോസിന്റെ വാലിഡിറ്റി വരുന്നത്, അല്ലെങ്കിൽ കേസ് ലോസിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്ന രീതിയിലുള്ള സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ അറസ്റ്റ് വിതൗട്ട് വാറന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ടോപ്പിക്ക് നമ്മുടെ BNSS സെക്ഷൻ 35 ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മൾ CRPC എടുത്ത് നോക്കുകയാണെങ്കിൽ സെക്ഷൻ 40 41 കറസ്പോണ്ടിംഗ്ലി 35 ബന്ധപ്പെട്ട് വരുന്ന ഈ സെക്ഷനെ ഡീൽ ചെയ്യുന്നത്. ഇനി നമുക്കിപ്പോൾ എന്തായാലും BNSS നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങേണ്ട അത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ BNSSൽ നിന്ന് ലാൻഡ്മാർക്ക് ഡിസിഷൻസ് നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരുപാടൊന്നും അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡിസിഷൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുക BNSS ആണ് നമ്മൾ പഠിക്കുന്നെങ്കിൽ പോലും നമുക്കറിയാം അത് CRPCന്റെ കണ്ടന്റ് ഡിറ്റോ ആണ്. ചെറിയ ചെറിയ ചേഞ്ചസും അഡീഷൻസും വന്നിട്ടുണ്ടെന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് CRPCയിലെ ഈ റെലവൻറ്റ് സെക്ഷൻ നമ്മൾ BNSSലെ സെക്ഷൻ 35ന്റെ കറസ്പോണ്ടിങ് ആയിട്ട് CRPCയിൽ ഏത് സെക്ഷൻസ് ആണോ ഉള്ളത് ആ സെക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ലാൻഡ്മാർക്ക് കേസ് ലോസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഒരു 4-5 ഡിസിഷൻസ് ഉണ്ട്. ഞാൻ പിന്നെയും പറയുന്നു, നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തും തരാൻ പറ്റുന്ന ഡിസിഷൻസിന്റെ ഈ ജഡ്ജ്മെന്റ്സിന്റെ അളവ് എന്തായാലും ലിമിറ്റഡ് ആയിരിക്കും. കാരണം കേസ് ലോസ് ആർ നമ്പർ ഓഫ് അല്ലെ, ഒരുപാട് കേസ് ലോസ് ഡെയിലി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് തരാൻ പറ്റുന്ന ഇൻഫർമേഷൻ വളരെ ലാൻഡ്മാർക്ക് ഡിസിഷൻസ് മാത്രമായിരിക്കും ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. ഇതിന് ശേഷം BNSS മുഴുവനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനൊരു PDF ഷെയർ ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാ കേസ് ലോസും അടങ്ങിയ ഒരു PDF. അത് നിങ്ങൾ ഫോളോ ചെയ്യണം. ക്ലാസ്സിൽ എല്ലാ കേസസും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക ഇമ്പോസിബിൾ ആണ്, അത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കേസസ് ഡീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വരുന്ന കേസുകൾ ഒരു PDF പോലെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യും BNSS കഴിയുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, റെഗുലർലി മോണിറ്റർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി കേസ് ലോസിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പേജസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് റെഗുലർലി നിങ്ങൾ അപ്ഡേറ്റ്സ് എടുക്കുക. എന്തൊക്കെ കേസസ് BNSSുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെന്നുള്ളൊരു അപ്ഡേറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേത് ദ കോർട്ട് ത്രൂ അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ 2014 ഡിസിഷൻ ആണ്. ഞാൻ SSCയുടെ സൈറ്റേഷൻ ആണ്. സൈറ്റേഷൻ ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, നമുക്ക് ജസ്റ്റ് ഡിസിഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഇയറും കൂടി ഒന്നും പറഞ്ഞിരിക്കുക എന്നതോ ഇമ്പോർട്ടന്റ് ആണ്. Put a stop over police officer arresting the accused unnecessarily or the magistrate authorizing casual or mechanical detention. The court suggested the authorities to strike a balance between individual liberty and social order while exercising power under section 41 CRPC when police may arrest without warrant. അപ്പം പോലീസിന് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ ഒരു അധികാരമാണ് സെക്ഷൻ 41 കൊടുക്കുന്നത്. എന്നാൽ ഈ അധികാരം പോലീസിന് തോന്നിയ പോലെ യൂസ് ചെയ്യാൻ സാധിക്കില്ലെന്നും പോലീസിന് അങ്ങോട്ട് ഓവർ ആർബിട്രറി ആയിട്ടോ ഡിസ്ക്രിഷണറി ആയിട്ടോ ഈ പവർ എക്സൈസ് ചെയ്യാൻ പറ്റില്ലെന്നും അത് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് ഈ അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസിൽ കോടതി പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? പോലീസ് ഓഫീസർ അൺനെസസറി ആയിട്ട് ഈ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് അൺനെസസറി ആയിട്ട് ഡീറ്റൻഷൻ ഓതറൈസ് ചെയ്യാനും പാടില്ല. കോർട്ട് എന്താ പറഞ്ഞത്? എപ്പോഴും അതോറിറ്റീസ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സും മജിസ്ട്രേറ്റ്സും എന്ത് ചെയ്യണം, ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം. കാരണം നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് വഴി നമ്മൾ അയാളുടെ ലിബർട്ടിയെയാണ് സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്നത് അല്ലെ, അയാളുടെ ലിബർട്ടിയാണ് നമ്മൾ തടസ്സപ്പെടുത്തുന്നത്. അയാളുടെ ലിബർട്ടി നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാണ് നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്യുന്ന വഴി. എന്നാൽ നമ്മൾ ചില സിറ്റുവേഷൻസിൽ അറസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൊസൈറ്റിയുടെ പീസ് ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അറസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ രണ്ട്
ത്രാസുകളിലായിട്ടാണ് അറസ്റ്റ് എന്ന് പറയുന്ന സംഭവത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഒന്ന്, ഇയാളുടെ ലിബർട്ടി നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാണ്. രണ്ട്, അറസ്റ്റ് അത്യാവശ്യമാണ് സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻസിന്. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം എപ്പോഴും നിങ്ങൾ അറസ്റ്റ് ചെയ്യാനുണ്ട്. അതായത് ആ വ്യക്തി സോഷ്യൽ ഓർഡറിനെ ഭയങ്കരമായി എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ബാലൻസ് താന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അറസ്റ്റ് ചെയ്തേ മതിയാകൂ എന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ സോഷ്യൽ ഓർഡറിനെ അയാൾ വയലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അയാളുടെ പേഴ്സണൽ ലിബർട്ടി നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ എപ്പോഴും നമ്മളൊരു ബാലൻസ് കീപ്പ് ചെയ്യണം ഇൻഡിവിജ്വൽ ലിബർട്ടിയും സൊസൈറ്റൽ ഓർഡറും വഴി. അങ്ങനെ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ മാത്രമേ, അല്ലെങ്കിൽ ആ ബാലൻസ് ഡിസ്ട്രപ്റ്റ് ചെയ്താൽ മാത്രമേ എന്തിന്റെ ആവശ്യം വരുന്നുള്ളൂ, നമുക്ക് അറസ്റ്റിന്റെ ആവശ്യം വരുന്നുള്ളൂ. അത് അതോറിറ്റീസ് അത് കീപ്പ് ചെയ്യണം എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസിൽ കോർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി സത്യേന്ദ്ര കുമാർ അനിൽ വേഴ്സസ് CBI 2022 റീസെന്റ് ഡിസിഷൻ ആണ്. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? The Supreme Court put the duty on the court to satisfy themselves on compliance with the relevant provisions of Section 41 and 41A of CRPC. It upheld the importance of compliance under the third provision with the words, any non-compliance would entitle the accused for the grant of bail. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, സെക്ഷൻ 40ലും 41ലും എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ പാലിക്കേണ്ട ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അത് പാലിക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു കോടതിയുടെ ഡ്യൂട്ടിയാണ്. അതായത് ഒരാളെ അറസ്റ്റ് ചെയ്ത്, നമുക്കറിയാം അറസ്റ്റ് ചെയ്ത് 24 hours മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കൊണ്ടുപോകണം അല്ലെ. ഇങ്ങനെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുന്ന സമയത്ത് ആ മജിസ്ട്രേറ്റ്, ആ കോടതി ഉറപ്പുവരുത്തണം ഇയാളെ അറസ്റ്റ് ചെയ്ത സമയത്ത് 40ലും 41A 41 എന്ന് പറയുന്നത് CRPCയിലെ സെക്ഷൻസ് ആണ്. 35 ആണ് നമ്മുടെ ഇവിടെ. അപ്പൊ ഇതിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കംപ്ലൈ ചെയ്തിട്ടുണ്ട്, പാലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? നമ്മുടെ കോടതിക്കുണ്ട്, ആ മജിസ്ട്രേറ്റിനുണ്ട്. ഏത് മജിസ്ട്രേറ്റിന് മുന്നിലാണോ അറസ്റ്റ് ആയിട്ടുള്ള ഒരു അക്യൂസിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ആ കോടതി ഉറപ്പ് വരുത്തണം ഈ പറഞ്ഞിരിക്കുന്ന CRPCയിൽ ഈ സെക്ഷൻസ് ഒക്കെ പാലിച്ചിട്ടുണ്ടെന്ന്. ഇനി എങ്ങാനും പാലിച്ചില്ലെങ്കിൽ ആ ഒരു കാരണത്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അയാൾക്ക് ബെയിൽ ഗ്രാന്റ് ചെയ്യാം. ഓക്കെ, നോൺ കംപ്ലയൻസ് അക്യൂസ്ഡിന് ഗ്രാൻഡ് ഓഫ് ബെയിലിന് എൻറ്റൈറ്റിൽ ചെയ്യും. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടുത്തെ ഒരു റേഷ്യോ അതാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. നോൺ കംപ്ലയൻസ് ഓഫ് സാറ്റിസ്ഫൈങ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 40 and 41 വുഡ് എൻറ്റൈറ്റിൽ ദി അക്യൂസ് വിത്ത് ഗ്രാൻഡ് ഓഫ് ബെയിൽ. ബെയിൽ കൊടുക്കാനായിട്ട് അതൊരു കാരണമാണ്, അതൊരു ഗ്രൗണ്ട് ആയിരിക്കും. അപ്പൊ ഏത് കേസിലാണ് പറഞ്ഞിരിക്കുന്നത്? സത്യേന്ദ്ര കുമാർ അനിൽ വേഴ്സസ് CBI കേസിലാണ്. സുപ്രീം കോടതി ഡിസിഷൻ ആണ്, 2022 വന്നിരിക്കുന്നത്. അടുത്ത കേസിൽ പോവാം. ഹേമ മിശ്ര വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP ലാൻഡ്മാർക്ക് ഡിസിഷൻ ആണ്, 2014 വന്നൊരു കേസാണ്. ഇതിനകത്ത് എന്താ പറയുന്നത്? സെക്ഷൻ 41 സബ്സെക്ഷൻ 1, സെക്ഷൻ 41 സബ്സെക്ഷൻ 1 നമ്മുടെ 35 സബ്സെക്ഷൻ 1 കറസ്പോണ്ടിങ് ആണ്. Make it compulsory for the police officer to record reasons of arrest or even for not arresting a person in a particular case. നമ്മൾ സെക്ഷൻ 35 പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ആ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ സെക്ഷൻ 35 കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ കണ്ടീഷൻസ് ഒക്കെ പാലിച്ചിട്ടാണ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഏത് കണ്ടീഷനാണ് അതിനകത്ത് സാധിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അക്യൂസ്ഡ് എവിഡൻസിനെ ടാമ്പർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എഴുതണം എവിഡൻസ് ടാമ്പർ ചെയ്യുന്നു എന്നൊരു കാരണത്താൽ ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നെങ്കിലും റീസൺ റെക്കോർഡ് ചെയ്യണം. ഇനി 41 പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് പാലിച്ചില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെയെങ്കിലും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, കാരണം അതൊരു കോഗ്നിറ്റബിൾ ഒഫൻസ് ആണ്, അപ്പൊ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന റീസൺ റെക്കോർഡ് ചെയ്യണം. അപ്പം അറസ്റ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും പോലീസ് ഓഫീസേഴ്സ് കമ്പൽസറി ആയിട്ട് റീസൺസ് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഇത് വ്യക്തമായും സെക്ഷൻ 41 അതായത് നമ്മുടെ BNSSലെ സെക്ഷൻ 35 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. The court further explained that when the arrest is not made under section 41(1) CRPC, police officer has to compulsorily issue a notice of appearance. അവിടെ നമ്മുടെ 35 തന്നെ ഇതെല്ലാം പറയണത്, പക്ഷെ നമ്മുടെ CRPCയിൽ 41 41A ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ്, നമുക്കറിയാം അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, കോഗ്നിറ്റബിൾ ഒഫൻസ് ആണെന്ന് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് പോലീസ് നോട്ടീസ് അയച്ച് ആ വ്യക്തിയോട് വരാൻ പറയണം അല്ലേ, നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ വ്യക്തി നമ്മളെ നോട്ടീസ് അയച്ചിട്ട് ഹാജരാകുന്നില്ല എങ്കിൽ, അയാൾ അൺവില്ലിംഗ് ആണെങ്കിൽ ഹാജരാകാനായിട്ട്, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതൊരു കാരണമായിട്ട് എടുത്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാം. അതും നമ്മൾ ഇന്നലെ ക്ലാസ്സിലെ സെക്ഷനിൽ കവർ ചെയ്തതാണ്. ഈ സെക്ഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം റീസൺ ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നതാണ്. അതായത് ഈ കേസിൽ പറഞ്ഞു, ഈ സെക്ഷൻ 41 കൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ളൊരു പവർ പോലീസിന് വിതൗട്ട് വാറണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു പവർ പോലീസിന് തന്റെ വിംസ് ആൻഡ് ഫാൻസീസ് ഉള്ളത് തനിക്ക് ആവശ്യപ്രകാരം ഇഷ്ടപ്രകാരം യൂസ് ചെയ്യാൻ പറ്റില്ല. അവർ അറസ്റ്റ് ചെയ്താലും ഇനി അറസ്റ്റ് ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യണം? അത് ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? റീസൺസ് റെക്കോർഡ് ചെയ്യണം. അപ്പം ട്രാൻസ്പെറൻസി ഇൻ അറസ്റ്റ് വിതൗട്ട് വാറണ്ട് കൊണ്ടുവരിക എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ഡിസിഷനാണ് നമ്മുടെ ഹേമ മിശ്ര വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിൽ കോർട്ട് തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് മുഹമ്മദ് സുബൈർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് NCT ഓഫ് ഡൽഹി. ഇതൊരു റിറ്റ് പെറ്റീഷൻ ആയിരുന്നു, സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് പോയ ഒരു റിറ്റ് പെറ്റീഷൻ ആണ്. ഈ കേസിൽ
ദ എക്സിസ്റ്റൻസ് ഓഫ് ദി പവർ ഓഫ് അറസ്റ്റ് മസ്റ്റ് ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം ദ എക്സസൈസ് ഓഫ് ദി ഈ കേസിൽ ഭയങ്കര നല്ലൊരു ഇന്റർപ്രിട്ടേഷൻ ആണ് നമുക്ക് കൂട്ടി തന്നിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പവർ പോലീസിനുണ്ട്. ആ ഒരു പവർ എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ, ആ ഒരു പവർ ഉണ്ട്. പക്ഷെ ആ പവർ ഉണ്ടെന്ന് കരുതി പോലീസിന് എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതായത് ആ പവർ ഉണ്ട്, അതിന്റെ എക്സിസ്റ്റൻസും അതിന്റെ എക്സസൈസും പവർ ആ ഉപയോഗിക്കുന്ന രീതി അല്ലെങ്കിൽ ആ പവർ ഉപയോഗിക്കുന്ന മാനർ, അത് തമ്മിലുള്ള ഒരു കറക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ പവർ ഉണ്ടെന്ന് കരുതി നിങ്ങൾക്ക് എന്ത് രീതിയിലും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ പവർ ഉണ്ടെങ്കിൽ പോലും അതിന്റെ യൂസ് റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ അതാണ് എക്സിസ്റ്റൻസ് ഓഫ് ദി പവർ ഓഫ് അറസ്റ്റ് മസ്റ്റ് ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം ദി എക്സസൈസ് ഓഫ് ദി പവർ ഓഫ് അറസ്റ്റ്. എക്സിസ്റ്റൻസ് ഓഫ് ദി പവർ ഓഫ് അറസ്റ്റിനെ നമ്മൾ എന്തിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യണം? എക്സസൈസ് ഓഫ് ദി പവർ ഓഫ് അറസ്റ്റിൽ നിന്നും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യണം. It was observed that exercise of the power of arrest must be pursued sparingly. വളരെ റെയർ ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ഉള്ള പവർ ആണെങ്കിൽ പോലും നിങ്ങൾ അത് എക്സസൈസ് ചെയ്യേണ്ടത് വളരെ റെയർ ആയിട്ടായിരിക്കണം. എപ്പോഴും കയറി എക്സസൈസ് ചെയ്യരുത്. കുറെ കണ്ടീഷൻസ് അതിന് സെക്ഷൻ 41 തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെക്ഷൻ 35 ഓഫ് BNSS തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. കോർട്ട് വെന്റ് അഹെഡ്. എന്നിട്ട് കോർട്ട് എന്താ പറഞ്ഞേ? Police officers are vested with the power to arrest individuals at various stages of the criminal justice process, including during the course of investigation. But this power is not unbridled. Police officersന് ഒരു കേസിന്റെ അന്വേഷണം തുടങ്ങി കഴിഞ്ഞാൽ പല സിറ്റുവേഷൻസിലായിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പവർ, എക്സിസ്റ്റൻസ് ഓഫ് പവർ ഉണ്ട്. പക്ഷേ ദിസ് പവർ ഇസ് നോട്ട് അൺബ്രിഡിൽഡ്. ഇതൊരു അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കണ്ടീഷൻസും ഇല്ലാതെ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഭയങ്കര ഒരു വൈഡ് പവർ ഒന്നും അല്ല. അൺബ്രിഡിൽഡ് അല്ല. അതായത് കുറച്ച് കണ്ടീഷൻസും റെസ്ട്രിക്ഷൻസും ഈ പവറിൽ എപ്പോഴും കീപ്പ് ചെയ്യണം. Court stated that police officers have a duty to apply their mind to the case before them and ensure that the conditions in section 41 are met before they conduct an arrest. അപ്പൊ എന്തെങ്കിലും ഒരു കേസ് വരികയാണെങ്കിൽ പോലീസ് ഓഫീസർ ആ കേസിൽ ആദ്യം തന്നെ മൈൻഡ് അപ്ലൈ ചെയ്തിട്ട് സെക്ഷൻ 41 പറയുന്ന കണ്ടീഷൻസിൽ ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. അല്ലാതെ ഒരു കേസ് വന്നാൽ ഓക്കെ കോഗ്നിസബിൾ കേസാണ് അറസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് പോകാതെ ആ കേസിലേക്ക് തന്നെ മൈൻഡ് അപ്ലൈ ചെയ്തിട്ട് കണ്ടീഷൻസ് വാലിഡ് ആണോ, കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക? അറസ്റ്റ് ചെയ്യുക. അപ്പം ആദ്യം മൈൻഡ് അപ്ലൈ ചെയ്യണം എന്നൊരു രീതിയിലേക്കാണ് കോർട്ട് ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് റിപ്പിറ്റീഷൻ ആണ്. ഈ കേസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മളൊരു 4 കേസസ് ആണ് നോക്കിയത്. ഈ അറസ്റ്റ് വിതൗട്ട് വാറണ്ട് അല്ലെങ്കിൽ സെക്ഷൻ 35 ബേസ് ചെയ്തിട്ടുള്ള 4 ഇമ്പോർട്ടന്റ് കേസ് ലോസ് ആണ് നമ്മൾ നോക്കിയത്. ഇത്രയുമല്ല, അത് ഒരുപാട് കേസസ് ഈ പറയുന്ന ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് CRPCയിൽ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു റിസർച്ച് നടത്തി കുറച്ചും കൂടി കേസസും അനാലിസിസും ഒക്കെ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. സെക്ഷൻ 36 ആണ് പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി ഓഫീസർ മേക്കിംഗ് അറസ്റ്റ്. നമുക്കറിയാം അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരം പോലീസിനുണ്ട്. ഇനി ഈ അറസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം CRPC അല്ലെങ്കിൽ BNSS എന്ത് തന്നെയാ പറയുന്ന പ്രൊസീജിയർ തന്നെയാ പറയുന്നത് അല്ലെ. എന്താണ് ഈ അറസ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ? ഒരു പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ഉള്ളത് എന്നാണ് സെക്ഷൻ 36 വ്യക്തമാക്കുന്നത്. അതിലാദ്യം എവ്രി പോലീസ് ഓഫീസർ വൈൽ മേക്കിംഗ് എൻ അറസ്റ്റ് ഷാൽ. പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തിരിക്കണം? വെയർ ആൻ ആക്യുറേറ്റ്, വിസിബിൾ ആൻഡ് ക്ലിയർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹിസ് നെയിം വിച്ച് വിൽ ഫെസിലിറ്റേറ്റ് ഈസി ഐഡന്റിഫിക്കേഷൻ. അദ്ദേഹം എന്ത് ചെയ്യണം? ആക്യുറേറ്റ്ലി, വളരെ വ്യക്തമായിട്ട്, വിസിബിൾ ആയിട്ട്, ക്ലിയർലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പേര് എഴുതിയിരിക്കണം. അതായത് യൂണിഫോമിൽ പേരുണ്ടല്ലോ, അത് ആക്യുറേറ്റും വിസിബിളും ക്ലിയർലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം പ്ലേസ് ചെയ്യാനായിട്ട്. അത് ഒളിച്ചു വെക്കാനൊന്നും പാടില്ല. കറക്റ്റ് ആയിട്ട് ആൾക്കാർക്ക് കാണുന്ന രീതിയിൽ അത് പ്ലേസ് ചെയ്യാം. ഈസി ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അതായത് പ്രതിക്ക് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളാണോ ആ വ്യക്തിക്ക്, ഇപ്പൊ എക്സിനെയാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എക്സിന് മനസ്സിലാക്കണം ഓക്കെ ഇന്ന ആളാണ് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാകത്തക്ക വണ്ണം പേര് ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ വേണം ആ പേര് പ്ലേസ് ചെയ്യാനായിട്ട്. പ്രിപ്പയർ എ മെമ്മറാൻഡം ഓഫ് അറസ്റ്റ് വിച്ച് ഷാൾ ബി. എന്നിട്ട് പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മെമ്മറാൻഡം ഓഫ് അറസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ഈ മെമ്മറാൻഡം ഓഫ് അറസ്റ്റ് എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. ആര്? അറ്റസ്റ്റഡ് ബൈ അറ്റ്ലീസ്റ്റ് 1 വിറ്റ്നസ്. അറ്റസ്റ്റ് ചെയ്യാൻ മീൻസ് സൈൻ ചെയ്യുക. അറ്റസ്റ്റ് ചെയ്യുക, ഒരു വിറ്റ്നസ് എങ്കിലും അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ഹു ഈസ് എ മെമ്പർ ഓഫ്, ആ വിറ്റ്നസ് ആരായിരിക്കണം? ഒന്നെങ്കിൽ അയാളുടെ ഫാമിലി മെമ്പർ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു റെസ്പെക്ടബിൾ മെമ്പർ ഓഫ് ദി ലൊക്കാലിറ്റി, നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഏതെങ്കിലും വാർഡ് മെമ്പറോ അങ്ങനെ പൊളിറ്റിക്കലി നിൽക്കുന്ന റെസ്പെക്ടബിൾ ആയിട്ടുള്ള ഒരു മെമ്പർ. പൊളിറ്റിക്കലി നിൽക്കണം നിർബന്ധമില്ല, ആ ഏരിയയിൽ എല്ലാവരും അംഗീകരിക്കുന്ന റെസ്പെക്ടബിൾ ആയിട്ടുള്ള ഒരു മെമ്പർ ഓഫ് ദി ലൊക്കാലിറ്റി അറ്റസ്റ്റ് ചെയ്താൽ മതിയാകും. ഒന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പർ തന്നെ, അല്ലെങ്കിൽ റെസ്പെക്ടബിൾ മെമ്പർ ഓഫ് ദി ലൊക്കാലിറ്റി എന്ത് ചെയ്യാം? അറ്റസ്റ്റ് ചെയ്യാം. കൗണ്ടർ സൈൻ ബൈ ദി പേഴ്സൺ അറസ്റ്റഡ്. ഇനി ഇവിടെ ആരും കൂടെ സൈൻ ചെയ്യണം. ആദ്യം ഈ മെമ്മോ പ്രിപ്പയർ ചെയ്തിട്ട് വിറ്റ്നസുകളെ, ഒരു വിറ്റ്നസിനെ കൊണ്ടെങ്കിലും മിനിമം സൈൻ ചെയ്യിപ്പിക്കുക. ആ വിറ്റ്നസ് ഒന്നെങ്കിൽ ഫാമിലി മെമ്പർ ആകാം, അല്ലെങ്കിൽ ഒരു ലൊക്കാലിറ്റിയിൽ ഒരു റെസ്പെക്ടബിൾ പേഴ്സൺ ആകാം. എന്നിട്ട് ഇതിൽ തന്നെ കൗണ്ടർ സൈൻ ചെയ്യണം. കൗണ്ടർ സൈൻ മീൻസ് ഇതിൽ തന്റെ ഒപ്പും കൂടി ആര് വെക്കണം? പേഴ്സൺ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തി ഒപ്പുവെക്കുക. ആൻഡ് ഇൻഫോം ദ പേഴ്സൺ അറസ്റ്റഡ്. എന്നിട്ട് പോലീസ് ഓഫീസർ ഈ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ ഇൻഫോം ചെയ്യണം. എന്ത് ഇൻഫോം ചെയ്യേണ്ടത്?
അൺലെസ് ദ മെമ്മറാൻഡം ഈസ് അറ്റസ്റ്റഡ് ബൈ എ മെമ്പർ ഓഫ് ഹിസ് ഫാമിലി. മെമ്മറാൻഡം അറ്റസ്റ്റ് ചെയ്യുന്നത് മെമ്പർ ഓഫ് ഫാമിലി ആണെങ്കിൽ ഈ പറയുന്ന ഇൻഫർമേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ മെമ്മറാൻഡം അറ്റസ്റ്റ് ചെയ്യുന്നത് മെമ്പർ ഓഫ് ഫാമിലി അല്ല, നമ്മൾ പറഞ്ഞ പോലെ മേ ബി ഒരു റെസ്പെക്ടബിൾ മെമ്പർ ഓഫ് ദ ലൊക്കാലിറ്റി ആണെങ്കിൽ ഇൻഫോം ചെയ്യണം അറസ്റ്റഡ് പേഴ്സൺ. എന്ത്? He has a right to have a relative or a friend or any other person named by him to be informed of his arrest. അയാളോട് പറഞ്ഞു കൊടുക്കണം, അറസ്റ്റ് ചെയ്ത ആളോട് പറയണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പറിനെയോ റിലേറ്റീവിനെയോ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങളുടെ അറസ്റ്റിനെ കുറിച്ച് ഇൻഫോം ചെയ്യാനുള്ള ഒരു അധികാരം ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പം ഇത്രയും ചെയ്യേണ്ടത് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പോലീസ് ഓഫീസറിന്റെ ഡ്യൂട്ടിയാണ്. ആദ്യം അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നെയിം വിസിബിൾ ആയിട്ട് വേണം പ്ലേസ് ചെയ്യാനായിട്ട്, ഈസി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം അറസ്റ്റ് ചെയ്യുന്ന ആൾക്കത്. രണ്ടാമത്തത് അദ്ദേഹം അറസ്റ്റ് ചെയ്തിട്ട് ഒരു മെമ്മോ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഈ മെമ്മോയിൽ ഒന്ന് അക്യൂസ്ഡ് തന്നെ സൈൻ ചെയ്യണം, അറസ്റ്റ് ചെയ്ത ആൾ തന്നെ സൈൻ ചെയ്യണം. കൂടാതെ എന്ത് ചെയ്യണം, ഒരു അറ്റസ്റ്റ് ചെയ്യണം, അത് ഒന്നുകിൽ ഒരു റെസ്പെക്ടബിൾ മെമ്പർ അല്ലെങ്കിൽ ഫാമിലി മെമ്പർ തന്നെ. ഇനി ഫാമിലി മെമ്പർ ആണ് അത് അറ്റസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല, കാര്യം അവിടെ കഴിയും. ഇനി ഫാമിലി മെമ്പർ അല്ല അറ്റസ്റ്റ് ചെയ്യുന്നത്, മറ്റാരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അറസ്റ്റഡ് പേഴ്സണെ ഇൻഫോം ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പറിനെയോ ഫ്രണ്ടിനെയോ മറ്റാരെയെങ്കിലുമോ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന വിവരം അറിയിക്കാൻ സാധിക്കുന്നതാണ് എന്ന് അയാളെ ഇൻഫോം ചെയ്ത് പറഞ്ഞു കൊടുക്കണം. കാരണം എല്ലാവർക്കും അറിയില്ല, അപ്പൊ അത് പറഞ്ഞു കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മളിത് പഠിക്കും. റൈറ്റ് ഓഫ് ദി അക്യൂസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ടോപ്പിക് നമ്മൾ പഠിക്കും. അവിടെ ഈ വിവരം പറഞ്ഞു കൊടുക്കാത്തത് വലിയ കോംപ്ലിക്കേഷൻസ് പോലീസിനുണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ CRPCയുമായിട്ട് ഈ സെക്ഷൻ ഒന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സബ്സെക്ഷൻ സിയിൽ CRPCയിൽ എനി അതർ പേഴ്സൺ എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിരുന്നില്ല. ഓൺലി മെമ്പർ ഓഫ് ഫാമിലി ഓർ ഫ്രണ്ട്, ഈ രണ്ട് വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, എനി അതർ പേഴ്സൺ എന്ന് പറയുന്ന വാക്ക് കൂടി BNSSലേക്ക് അവരെ ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇതാണ് സെക്ഷൻ 36. ഇനി നമുക്ക് സെക്ഷൻ 37ലേക്ക് പോവാം. ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ ആരാണെന്നാണ് സെക്ഷൻ 37ൽ പറഞ്ഞിരിക്കുന്നത്. ഇതനുസരിച്ച് the state government shall establish a police control room in every district and at the state level. സ്റ്റേറ്റ് ഗവൺമെന്റ് കൺട്രോൾ റൂം എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് ഓരോ ജില്ലയിലും എസ്റ്റാബ്ലിഷ് ചെയ്യണം, പിന്നെ മുഴുവനായി സ്റ്റേറ്റ് ലെവലിലും ഒരെണ്ണം എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്നിട്ട് ഡെസിഗ്നേറ്റ് എ പോലീസ് ഓഫീസർ ഇൻ എവറി ഡിസ്ട്രിക്ട് ആൻഡ് ഇൻ എവറി പോലീസ് സ്റ്റേഷൻ not below the rank of assistant sub-inspector of police, who shall be responsible for maintaining the information about the name and address of the person arrested, nature of the offence with which they are charged, which shall be prominently displayed in any manner, including in digital mode, in every police station and at the district headquarters. Basically, കൺട്രോൾ റൂമിൽ എന്ത് ചെയ്യണം, ഒരു ഓരോ പോലീസ് കൺട്രോൾ റൂം എവിടെയൊക്കെയുണ്ട്, ഓരോ ഡിസ്ട്രിക്റ്റിലും ഉണ്ടായിരിക്കും, സ്റ്റേറ്റ് ലെവലിൽ ഒരു കൺട്രോൾ റൂം ഉണ്ടായിരിക്കും. ഇനി ഓരോ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പോലീസ് ഓഫീസറിനെ ഡെസിഗ്നേറ്റ് ചെയ്യും. ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പോലീസ് ഓഫീസറിനെ ഡെസിഗ്നേറ്റ് ചെയ്യും. ഇനി ആ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് ഏത് റാങ്കിന് താഴെ ആയിരിക്കണം? നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റാങ്കിലേക്ക് മുകളിലേക്കുള്ള ഓരോ പോലീസ് ഓഫീസറിനെ ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നും അതുപോലെ ഒരു പോലീസ് ഓഫീസറിനെ മുഴുവനായും ആ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഡെസിഗ്നേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹമായിരിക്കും ഇപ്പം ഒരു പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ഒരു 5 പോലീസ് സ്റ്റേഷൻ ഒരു ജില്ലയിലുണ്ടെങ്കിൽ ഈ 5 പോലീസ് സ്റ്റേഷനിൽ നമുക്കറിയാം കുറച്ച് ഡിവിഷൻസ് ആയിട്ടാണല്ലേ പോലീസ് സ്റ്റേഷൻ വർക്ക് ചെയ്യുക. അപ്പോൾ ഒരു 5 പോലീസ് സ്റ്റേഷൻ ഒരു ജില്ലയിലുണ്ടെങ്കിൽ ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നും 5 പേരെ ഡെസിഗ്നേറ്റ് ചെയ്യും. ഈ 5 പേര് എന്ത് ചെയ്യണം? അതത് പോലീസ് സ്റ്റേഷന്റെ ഏതൊക്കെ വ്യക്തികളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ, ഏത് ഒഫൻസിനാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഈ വിവരങ്ങളൊക്കെ എടുക്കുക. അപ്പം നെയിമും അഡ്രസ്സും നേച്ചർ ഓഫ് ദ ഒഫൻസ്, ഈ 3 വിവരങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഈ 3 വിവരങ്ങളും അതത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ഈ പോലീസ് ഓഫീസേഴ്സ് എടുത്തിട്ട് ഇവരെല്ലാവരും കൂടി ഇത് ആർക്ക് അയച്ചു കൊടുക്കും? ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് വേണ്ടിയിട്ട് ഒരു പോലീസ് ഓഫീസർ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യും, അയാളിലേക്ക് അയച്ചു കൊടുക്കും. ഇങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. ഇതിൽ നിന്നും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരാൾ സ്റ്റേറ്റ് ലെവലിൽ ഒരു സ്റ്റേറ്റ് കൺട്രോൾ റൂം ഉണ്ടായിരിക്കും. ഇവരെല്ലാവരും ഈ ഇൻഫർമേഷൻ എടുത്തിട്ട് ഈ സ്റ്റേറ്റ് കൺട്രോൾ റൂമിലുള്ള ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസറിലേക്ക് അയച്ചു കൊടുക്കും. ഇങ്ങനെ സ്ട്രക്ചർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ പോലീസ് സ്റ്റേഷനിലും ഓരോരുത്തര് ഡിസ്ട്രിക്ട് ലെവലിൽ ഒരാൾ ഇവരെല്ലാവരും എടുത്തിട്ട് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഈ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഓരോ ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരിക്കുന്നത് അവരെല്ലാവരും കൂടി സ്റ്റേറ്റ് ലെവലിലുള്ള കൺട്രോൾ റൂമിലെ ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസറിലേക്ക് ഇൻഫർമേഷൻ അയച്ചു കൊടുക്കും. ക്ലിയർ അല്ലേ? ഇനി എന്താണ്, എല്ലാ പോലീസ് സ്റ്റേഷനിലും അതത് പോലീസ് സ്റ്റേഷനിൽ ഏതൊക്കെ വ്യക്തികളെ അറസ്റ്റ് ചെയ്യുന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടല്ലോ, നെയിമും അഡ്രസ്സും ഒഫൻസസും, ഇത് ഡിസ്പ്ലേ ചെയ്യണം. അതൊന്നെങ്കിൽ ഡിജിറ്റൽ മോഡിൽ ഡിസ്പ്ലേ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ ഡിസ്പ്ലേ ചെയ്യാം. എങ്ങനെയാണെങ്കിലും ഡിസ്പ്ലേ ചെയ്തിരിക്കണം. കൂടാതെ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ്, അതായത് ഡിസ്ട്രിക്റ്റിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്ന പോലീസ് കൺട്രോൾ റൂം ഉണ്ടല്ലോ, അവിടെയും ആ ഡിസ്ട്രിക്റ്റിലെ എല്ലാ അറസ്റ്റഡ് പേഴ്സൺസിനെയും അഡ്രസ്സും നെയിമും നേച്ചർ ഓഫ് ദി ഒഫൻസസും ഡിസ്പ്ലേ ചെയ്യണം. ക്ലിയർ അല്ലേ? ബേസിക്കലി കൺട്രോൾ റൂം ഓരോ പോലീസ് സ്റ്റേഷനിലും ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന് മുകളിലേക്കുള്ള ഒരാളെ
ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ ആകും. അതേപോലെ തന്നെ ആ ഡിസ്ട്രിക്റ്റിന് മുഴുവനായും ഏതെങ്കിലും ഒരാളെ, അത് അദ്ദേഹവും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന് മുകളിലേക്ക് റാങ്കിലുള്ള ഒരാളായിരിക്കും. അങ്ങനെ ഒരാളെ നമ്മൾ ആ ഡിസ്ട്രിക്റ്റിന് മുഴുവനായിട്ടും ഒരു ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസറായിട്ട് നിയമിക്കും. കൂടാതെ സ്റ്റേറ്റിന് മുഴുവനായി ഒരു ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ ഉണ്ടായിരിക്കും. അതത് പോലീസ് സ്റ്റേഷനിലെ ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസേഴ്സ് അവരുടെ സ്റ്റേഷനിൽ വരുന്ന അറസ്റ്റഡ് പേഴ്സൺസിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഡിസ്ട്രിക്റ്റിലേക്ക് അയച്ചു കൊടുക്കുക. ഡിസ്ട്രിക്റ്റിലുള്ള അങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസേഴ്സ് സ്റ്റേറ്റിലേക്ക് അയച്ചു കൊടുക്കും. ഇനി ഈ ഇൻഫർമേഷൻ അതത് പോലീസ് സ്റ്റേഷനിലുള്ള ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസേഴ്സ് അവരുടെ കൺട്രോൾ എന്താ പറയുക, അവിടെ ആ പോലീസ് സ്റ്റേഷനിൽ കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ ഡിസ്പ്ലേ ചെയ്യണം. അതൊരു ഡിജിറ്റൽ മോഡിലായിരിക്കാം, അല്ലാതെ ആയിരിക്കാം, നോട്ടീസ് പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിജിറ്റൽ മോഡിൽ ഡിസ്പ്ലേ ചെയ്താലും മതി. എങ്ങനെയാണെങ്കിലും ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ആ ഡിസ്ട്രിക്റ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലും ആ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന ഈ വിവരങ്ങൾ ഡിസ്പ്ലേ ചെയ്യണം. ക്ലിയർ അല്ലേ? ഇനി കമ്പാരിസൺ എന്താണ്? CRPC-യിൽ ഇത് 3 സെക്ഷൻ, നമ്മുടെ സബ്സെക്ഷൻ 1B പറഞ്ഞിരിക്കുന്ന കാര്യമില്ലേ, CRPC-യിൽ അത് സബ്സെക്ഷൻ 2, അതായത് BNS-ൽ നമുക്ക് ഒരു ഒറ്റ സെക്ഷനുള്ളൂ, 37 ഒറ്റ സബ്സെക്ഷനേ ഉള്ളൂ. എന്നാൽ CRPC-യിൽ അത് 3 സബ്സെക്ഷൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ സബ്സെക്ഷൻ 1, പിന്നെ സബ്സെക്ഷൻ 2, സബ്സെക്ഷൻ 3. ഈ സബ്സെക്ഷൻ 2-ലും 3-ലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മെർജ് ചെയ്തിട്ടാണ് നമുക്കിവിടെ സബ്സെക്ഷൻ B ആയിട്ട്, CRPC-യിൽ സബ്സെക്ഷൻ 2ഉം 3ഉം മെർജ് ചെയ്തിട്ടാണ് ഇവിടെ സെക്ഷൻ 37 സബ്സെക്ഷൻ B ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് വന്നിരിക്കുന്ന ചേഞ്ച്. അതുപോലെ തന്നെ ആൻഡ് പ്രൊവിഷൻ ഇസ് ഗിവൻ ഫോർ ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ. ഇനി റാങ്ക് ക്ലിയർ ചെയ്തു, ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ അല്ല, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറിന്റെ റാങ്കിലേക്ക് താഴെ അല്ലാത്തത്, അല്ലെങ്കിൽ ആ റാങ്കിന് മുകളിലുള്ള ഒരാളെയാണ് ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ ആക്കേണ്ടത് എന്ന ഒരു ക്ലാരിറ്റി BNSS കൊണ്ടുവന്നു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. സെക്ഷൻ 38 ആണ് അടുത്തത്. അതിലെന്താ പറയുന്നത്? റൈറ്റ് ഓഫ് ദി അറസ്റ്റഡ് പേഴ്സൺ ടു മീറ്റ് ആൻ അഡ്വക്കേറ്റ് ഓഫ് ഹിസ് ചോയ്സ് ഡ്യൂറിംഗ് ഇന്ററോഗേഷൻ. ഇതൊരു റൈറ്റ് ആണ്. ഇത് കൂടാതെ ഒരുപാട് റൈറ്റ് നമ്മുടെ അക്യൂസിന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ദി അറസ്റ്റഡ് പേഴ്സൺ ഹെഡിങ്ങിൽ പഠിക്കാം. ഇത് കണ്ടിന്യൂഷൻ ആയിട്ട് ഈ സെക്ഷൻ വരുന്നത് കൊണ്ട് ജസ്റ്റ് പറയുന്നത് മാത്രം, ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. നമ്മൾ ക്ലാരിറ്റിയിൽ വളരെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വിത്ത് കേസ് ലോസ് റൈറ്റ് ഓഫ് ദി അറസ്റ്റഡ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, സെക്ഷൻ 38 പറയുന്നത് when any person is arrested, ഒരു വ്യക്തി നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ആൻഡ് ഈസ് ഇന്ററോഗേറ്റഡ് ബൈ പോലീസ് അദ്ദേഹത്തിനെ ഇന്ററോഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ he shall be entitled to meet an advocate of his choice during interrogation. അത്തരത്തിലുള്ളൊരു ചോദ്യം ചെയ്യൽ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആ അറസ്റ്റ് ചെയ്ത വ്യക്തിക്ക് അദ്ദേഹത്തിന് താല്പര്യമുള്ള, ഇഷ്ടമുള്ള ഒരു അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാൻ പറ്റും. ദോ നോട്ട് ത്രൂ ഔട്ട് ഇന്ററോഗേഷൻ. ഇനി ഇന്ററോഗേഷൻ നടക്കുന്ന മുഴുവൻ സമയത്ത് മീറ്റ് ചെയ്യാൻ പറ്റത്തൊന്നും ഇല്ലെങ്കിൽ പോലും ഇന്ററോഗേഷൻ ഇടവേളകളിലോ ഇന്ററോഗേഷൻ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു അഡ്വക്കേറ്റിനെ കാണുമെന്ന് പറയുകയാണെങ്കിൽ കാണാനുള്ള എല്ലാ അധികാരവും നമ്മുടെ അറസ്റ്റഡ് പേഴ്സൺ ഉണ്ട്. അതായത് അദ്ദേഹത്തിന് ഒരു അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാനുള്ള എല്ലാ അധികാരവും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി സെക്ഷൻ 39, അറസ്റ്റ് ഓൺ റിഫ്യൂസൽ ടു ഗീവ് നെയിം ആൻഡ് അഡ്രസ്. അപ്പൊ നമ്മൾ ആദ്യം അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് പഠിച്ചു അല്ലെ, പിന്നെ നമ്മൾ അതിനുശേഷം പ്രൊസീജിയർ ഓഫ് അറസ്റ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും പഠിച്ചു. ഇനി രണ്ടാമത്തെ സിനേറിയോ ആണ്, എപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന രണ്ടാമത്തെ സിനേറിയോ ആണ് നമ്മൾ നോക്കുന്നത്. അത് സെക്ഷൻ 39 പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് വെൻ എനി പേഴ്സൺ, സബ്സെക്ഷൻ 1 എന്താ പറയുന്നത്? വെൻ എനി പേഴ്സൺ ഹൂ ഇൻ ദ പ്രസൻസ് ഓഫ് എ പോലീസ് ഓഫീസർ ഹാസ് കമ്മിറ്റഡ് or has been accused of committing a non-cognizable offense. നമുക്കറിയാം കോഗ്നിസബിൾ ഒഫൻസ് ആണ് ഒരു പോലീസ് ഓഫീസറിന്റെ മുന്നിൽ നിന്ന് കമ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ്ലി അറസ്റ്റ് ചെയ്യാം വിത്തൗട്ട് വാറണ്ട് തന്നെ. അത് നമ്മൾ പഠിച്ചാണ്. ഇനി നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആണ് കമ്മിറ്റ് ചെയ്യുന്നതെങ്കിലോ ആ സിനേറിയോ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം യൂഷ്വലി നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആണ് ഒരു ആൾ കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാറണ്ടോ മജിസ്ട്രേറ്റിന്റെ ഓർഡറോ കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് അറസ്റ്റ് പോസിബിൾ ആയിരിക്കുള്ളൂ. എന്നാൽ അത്തരത്തിലൊരു വ്യക്തി പോലീസ് ഓഫീസറിന്റെ മുന്നിൽ നിന്നും ഒരു നോൺ കോഗ്നിസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണെന്ന് കരുതുക. അങ്ങനെ നോൺ കോഗ്നിസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ഒരാളോട് ഒരു പോലീസ് ഓഫീസർ അയാളുടെ പേരും താമസവും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇയാൾ അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്ന് കരുതുക. അപ്പൊ എന്താണ്? When a person in the presence of a police officer has committed or has been accused of committing a non-cognizable offense, refuses on demand of such officers. ഓഫീസർ ചോദിക്കുന്ന സമയത്ത് ആള് റെഫ്യൂസ് ചെയ്യാണ് എന്ത് ചെയ്യാനായിട്ട്? ടു ഗീവ് ഹിസ് നെയിം ആൻഡ് റെസിഡൻസ്, ഓർ ഒന്നുകിൽ പേരും വിവരവും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ തെറ്റായ ഒരു പേരും വിവരവും കൊടുക്കുകയാണ്. ഗീവ് എ നെയിം ഓർ റെസിഡൻസ് വിച്ച് സച്ച് ഓഫീസർ ഹാസ് റീസൺ ടു ബിലീവ് ടു ബി ഫോൾസ്. ആ ഓഫീസറിന് തെറ്റാണ് എന്ന് തോന്നുന്ന ഒരു പേരും അഡ്രസ്സുമാണ് ഈ വ്യക്തി കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ ഓർഡർ ദാറ്റ് ഇസ് നെയിം ഓഫ് റെസിഡൻസ് മേ ബി അസർട്ടൻ. പക്ഷെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? പേരും വിവരവും ശരിയാണോ, പേരും വിവരം അസർട്ടൻ ചെയ്യാൻ, കണ്ടുപിടിക്കാനായിട്ട് അറസ്റ്റ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഒരു വ്യക്തി ഒരു പോലീസ് ഓഫീസറുടെ മുന്നിൽ നിന്നൊരു നോൺ കോഗ്നിസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരാളെ അക്യൂസ് ചെയ്തിരിക്കുകയാണ്, ഒരു നോൺ കോഗ്നിസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു. അത്തരത്തിലുള്ള ആളെ യൂഷ്വലി അറസ്റ്റ് ചെയ്യണമെങ്കിൽ വാറണ്ട് വേണം. എന്നാൽ അത്തരത്തിലുള്ള ഒരാളോട് പോലീസ് ഓഫീസർ എന്ത് ചെയ്യണം, അയാളുടെ പേരും മറ്റു വിവരവും ചോദിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി ഒന്നുകിൽ പേരും വിവരവും കൊടുക്കാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ പോലീസ് ഓഫീസറിന് തെറ്റാണ് എന്ന് തോന്നുന്ന ഒരു പേരും വിവരവുമാണ് ആ വ്യക്തി കൊടുത്തിരിക്കുന്നത്. എങ്ങനെയെങ്കിൽ ഈ വ്യക്തി അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് ഓഫീസറിന് പറ്റും. എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്യാം? ഇയാളുടെ പേരും വിവരങ്ങളും കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് അറസ്റ്റ് ചെയ്യാം. രണ്ടാമത്തത്, when the true name and residence of such person has been ascertained. അത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ട് അയാളുടെ ശരിയായ പേരും അഡ്രസ്സും ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ he shall be released. അപ്പൊ തന്നെ അയാളെ റിലീസ് ചെയ്യണം. ഓൺ എ ബോണ്ട് ഓർ ബെയിൽ ബോണ്ട്. ബോണ്ടോ ബെയിൽ ബോണ്ടോ, നമ്മൾ ബോണ്ട് എന്താണെന്നും ബെയിൽ ബോണ്ട് എന്താണെന്നും എവിടെ പഠിച്ചു? ഡെഫിനേഷൻസ് പഠിച്ചപ്പോൾ പഠിച്ചു. ബോണ്ടോ ബെയിൽ ബോണ്ടോ എക്സിക്യൂട്ട് ചെയ്ത ശേഷം അയാളെ റിലീസ് ചെയ്യാം. ടു അപ്പിയർ ബിഫോർ എ മജിസ്ട്രേറ്റ് ഇഫ് സോ റെക്കോർഡ്. മജിസ്ട്രേറ്റിന് മുന്നിൽ അയാൾ അപ്പിയർ ചെയ്യണം എന്ന രീതിയിൽ ഒരു ബോണ്ടോ ബെയിൽ ബോണ്ടോ എഴുതിയ ശേഷം എക്സിക്യൂട്ട് ചെയ്ത ശേഷം അയാളെ റിലീസ് ചെയ്യണം. പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് സച്ച് പേഴ്സൺ ഇസ് നോട്ട് റെസിഡന്റ് ഇൻ ഇന്ത്യ. ഇനി അത്തരത്തിൽ നോൺ കോഗ്നിസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് പേര് കൊടുക്കാത്ത അല്ലെങ്കിൽ തെറ്റായ പേര് കൊടുത്ത ഒരാൾ ഒരു ഇന്ത്യൻ റെസിഡന്റ് അല്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ദ ബെയിൽ ബോണ്ട് ഷാൽ ബി സെക്യൂർഡ് ബൈ ഷുവറിറ്റി ഓർ ഷുവറിറ്റീസ് റെസിഡന്റ് ഇൻ ഇന്ത്യ. അങ്ങനെ ഒരാളാണെങ്കിൽ ആ ബെയിൽ ബോണ്ട് സെക്യൂർ ചെയ്യുന്ന സമയത്ത് ഷുവറിറ്റീസിനെ അറ്റാച്ച് ചെയ്യണം. ഇന്ത്യയിലുള്ള ഷുവറിറ്റീസ്, ഇന്ത്യൻ റെസിഡന്റ് ആയിട്ടുള്ള ഷുവറിറ്റീസിനെ വേണം ആ ബെയിൽ ബോണ്ടിൽ കൊടുക്കാനായിട്ട്, സെക്യൂരിറ്റി ആയിട്ട് നിർത്താനായിട്ട്. അടുത്തത്, if the true name and resident of such person is not ascertained within 24 hours. ഇനി നമുക്കറിയാം അറസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രൂ നെയിമും റെസിഡൻസും അസേർട്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂർ ആയിട്ടും അയാളുടെ കറക്റ്റായ പേരോ റെസിഡൻസോ കണ്ടുപിടിക്കാൻ പോലീസിന് സാധിച്ചില്ല എങ്കിൽ, ഓർ ഇഫ് ഹി ഫെയിൽസ് ടു എക്സിക്യൂട്ട് ദ ബെയിൽ ഓർ ബെയിൽ ബോണ്ട്. ഇനി അയാൾ അല്ലെങ്കിൽ അയാളുടെ ബെയിൽ ബോണ്ടോ അതോ എക്സിക്യൂട്ട് ചെയ്യണമല്ലോ അയാൾ, അത് എക്സിക്യൂട്ട് ചെയ്യാൻ അയാളെ കൊണ്ട് സാധിച്ചില്ല എന്ന് കരുതുക. ഒന്നുകിൽ പോലീസിന് അയാളുടെ കറക്റ്റായ പേരോ വിവരങ്ങളോ കണ്ടുപിടിക്കാൻ പറ്റിയില്ല 24 മണിക്കൂറായിട്ടും, അല്ലെങ്കിൽ കണ്ടുപിടിച്ചു പക്ഷെ അയാൾ ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്താലേ റിലീസ് ചെയ്യാൻ പറ്റും, അത് അയാൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയെങ്കിലോ, ഓർ ഇഫ് സോ റിക്വയർഡ് ടു ഫർണിഷ് സഫിഷ്യന്റ് റെസ്യൂരിറ്റീസ്. അല്ലെങ്കിൽ ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തു പക്ഷെ നമ്മൾ പഠിച്ചു ഇന്ത്യൻ റെസിഡന്റ് അല്ലെങ്കിൽ ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള ആരെങ്കിലും ഷ്യൂരിറ്റീസ് ആയിട്ട് വെക്കണം. ഇതിന് സാധിച്ചില്ലെന്ന് കരുതുക. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അങ്ങനെയെങ്കിൽ he shall forthwith be forwarded to the nearest magistrate having jurisdiction. എന്ത് ചെയ്യണം? ഇയാളെ എത്രയും പെട്ടെന്ന് നമ്മൾ ഏറ്റവും അടുത്തുള്ള ഒരു മജിസ്ട്രേറ്റിൽ കൊണ്ടുപോയിട്ട് പ്രസന്റ് ചെയ്യണം. കാരണം 24 മണിക്കൂർ മാത്രമേ ഏത് രീതിയിലാണെങ്കിലും അറസ്റ്റ് ചെയ്ത ഒരാളെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും, കസ്റ്റഡിയിൽ വെക്കാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? മജിസ്ട്രേറ്റിനെ ഇൻഫോം ചെയ്യണം. അപ്പം 24 മണിക്കൂറിന് മുന്നേ പേര് വിവരങ്ങൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തു, പേര് വിവരം കണ്ടുപിടിച്ചു, പ്രശ്നമില്ല. കണ്ടുപിടിച്ച ഉടനെ ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തു, പ്രശ്നമില്ല. ബെയിൽ ബോണ്ട് ഇന്ത്യൻ റെസിഡന്റ് അല്ലെങ്കിൽ ഷുവറിറ്റീസ് ഉണ്ട്, പ്രശ്നമില്ല. ഇവിടെ എന്തെങ്കിലും ഈ 3 സംഭവങ്ങളിൽ നടക്കുന്നതിന് എന്തെങ്കിലും ഒരു ബ്ലോക്കർ, എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ഇനി കമ്പാരിസൺ എന്താണ്? നമുക്കറിയാം എക്സിക്യൂട്ടിംഗ് എ ബോണ്ട് വിത്ത് ഓർ വിത്തൗട്ട് ഷുവറിറ്റീസ് എന്നാണ് കാരണം CRPCയിൽ ബെയിൽ ബോണ്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല, ബോണ്ട് വിത്ത് ഓർ വിത്തൗട്ട് ഷുവറിറ്റീസ് ആണ്. അപ്പൊ അങ്ങനെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഓഫ് കോഴ്സ് അത് BNSSലേക്ക് വന്നപ്പോഴത്തേക്കിന് ബോണ്ട് ഓർ ബെയിൽ ബോണ്ട് എന്നായിട്ട് മാറിയിട്ടുണ്ട്. എന്താണ് ബോണ്ടെന്നും എന്താണ് ബെയിൽ ബോണ്ടെന്നും വളരെ വ്യക്തമായിട്ട് നമ്മൾ ഡെഫിനേഷൻസ് പഠിച്ചതാണ്. അപ്പൊ ഈ സെക്ഷൻ നിങ്ങൾ വായിക്കുമ്പോൾ ആ ഒരു ഡെഫിനേഷൻ കൂടി നിങ്ങളെ മനസ്സിലേക്ക് തൊട്ടടുത്ത് എടുത്ത് വെച്ചിട്ട് ആ ഡെഫിനേഷൻ കൂടി മനസ്സിലാക്കി വേണം ഈ ഒരു സെക്ഷൻ റീഡ് ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടന്റ് സെക്ഷനിലേക്ക് പോവാം. സെക്ഷൻ 40, അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ ആൻഡ് പ്രൊസീജിയർ ഓൺ സച്ച് അറസ്റ്റ്. സെക്ഷൻ 40 എന്ന് പറയുന്നത് പ്രൈവറ്റ് പേഴ്സൺസിന്, അതായത് നമ്മളെ പോലുള്ള ആൾക്കാർക്ക്, അതോറിറ്റി ഇല്ലാത്ത, യൂഷ്വലി അറസ്റ്റ് ചെയ്യുന്ന അധികാരം ഇല്ലാത്ത ചില വ്യക്തികളാണ് നമ്മൾ, അല്ലെ? നമുക്ക് ആരെ അറസ്റ്റ് ചെയ്യുന്ന അധികാരമില്ല, പക്ഷെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് സെക്ഷൻ 40 പറയുന്നത്. എന്നാൽ സെക്ഷൻ 40 ബന്ധപ്പെട്ട് നമ്മുടെ കേരള ഹൈക്കോടതിന്റെ ഒരു ഫേമസ് ജഡ്ജ് ഒരു റിമാർക്ക് പറയുകയുണ്ടായി. ഈ അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് വളരെ സെൽഡം യൂസ്ഡ്, അതായത് വളരെ സ്പെയർ ആയിട്ട് വളരെയധികം യൂസ് ചെയ്യാതെ കിടക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 40. അതായത് ആൾക്കാരത് ഉപയോഗിക്കാനുള്ള കുറേ അധികം സാഹചര്യങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ പോലും ആൾക്കാരത് ഉപയോഗിക്കാതെ പോകുന്ന ഒരു സെക്ഷനാണ്. അത് ലാക്ക് ഓഫ് അവയർനെസ് ആയിരിക്കാം, അവർ അവെയർ അല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേടിയോ കാരണങ്ങളാലോ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല. ഇത്രയും നല്ലൊരു പവർ കൊടുത്തിട്ടും സിറ്റിസൺസ് അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നൊരു റിമാർക്ക് ഒരു പ്രത്യേക കേസിൽ, കേസ് നെയിം ഞാൻ ഓർക്കുന്നില്ല, ആ ഒരു കേസിൽ നമ്മുടെ കേരള ഹൈക്കോർട്ട് ഒരു റിമാർക്ക് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് സെക്ഷനിലേക്ക് കിടക്കാം. സെക്ഷൻ 40 സബ്സെക്ഷൻ 1 എന്താ പറയുന്നത്? എനി പ്രൈവറ്റ് പേഴ്സൺ മേ അറസ്റ്റ് ഓർ കോസ് ടു ബി അറസ്റ്റഡ് എനി പേഴ്സൺ who in his presence commits a non-bailable and cognizable offense. ഒരു പ്രൈവറ്റ് പേഴ്സണ് അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാം. അതാണ് കോസ് ടു ബി അറസ്റ്റഡ്. ഒന്നുകിൽ സ്വയം അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോസ് ചെയ്യാം അറസ്റ്റ്, മറ്റൊരാളെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാം. എനി പേഴ്സൺ, ഏതെങ്കിലും ഒരു വ്യക്തി. എങ്ങനെയുള്ള വ്യക്തിയാണ്? ഹൂ ഇൻ ദ പ്രസൻസ്, അയാളുടെ പ്രസൻസിൽ, ഏത് പ്രൈവറ്റ് പേഴ്സണാണോ അത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്, അയാളുടെ പ്രസൻസിൽ വെച്ച് മറ്റൊരാള് ഒരു നോൺ ബെയിലബിളും, അതായത് ജാമ്യം കിട്ടാത്ത,
കോഗ്നിസിബിൾ ഒഫൻസ്. നോൺ ബെയിലബിൾ മീൻസ് ജാമ്യം കിട്ടില്ല എന്നല്ല, ജാമ്യം റൈറ്റ് ആയിട്ട് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം എടുക്കാൻ പറ്റില്ല. അങ്ങനെ നോൺ ബെയിലബിളും കോഗ്നിസിബിൾ ഒഫൻസും കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു നോൺ ബെയിലബിൾ ആൻഡ് കോഗ്നിസിബിൾ ഒഫൻസ് എന്റെ മുന്നിൽ നിന്നും വേറൊരാൾ കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിലോ പ്രൊക്ലെയിംഡ് ഒഫൻഡർ, ഇയാൾ ഒരു പിടിയിട്ട പുള്ളിയാണെന്ന് പ്രൊക്ലെയിം ചെയ്തിരിക്കുകയാണ്, അങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യാം. ആൻഡ് വിതൗട്ട് അൺനെസസറി ഡിലേ. ഇനി അറസ്റ്റ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം? വെറുതെ ഇയാളെ വീട്ടിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അറസ്റ്റ് ചെയ്തിട്ട് അധികം താമസിക്കാതെ തന്നെ, ഡിലേ ഇല്ലാതെ തന്നെ, ബട്ട് വിത്തിൻ 6 hours ഫ്രം സച്ച് അറസ്റ്റ്. ഈ ഒരു സാധനം ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് CRPC ഉണ്ടായിരുന്നില്ല. വിതൗട്ട് അൺനെസസറി ഡിലേ എന്ന് മാത്രമേ CRPC ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ടൈം ഫ്രെയിം CRPC ഉണ്ടായിരുന്നില്ല. ഈ വിതൗട്ട് അൺനെസസറി ഡിലേ എന്ന് പറയുമ്പം കോടതിയിലേക്ക് മാറ്റർ എത്തുമ്പം റീസണബിൾ ഡിലേ, അതായത് കോടതി നോക്കും നമ്മൾ ഈ ഒരു പ്രൈവറ്റ് പേഴ്സൺ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ എടുത്ത സമയം സാധാരണഗതിയിൽ എടുക്കേണ്ട അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള ഒരു സമയമാണോ അല്ലയോ. റീസണബിൾ സമയം അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയും റീസണബിൾ സമയമാണെന്ന് കോടതിക്ക് തോന്നിയാൽ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഈ ഒരു അൺനെസസറി ഡിലേ ഇല്ലാതെ അല്ലെങ്കിൽ ഇത്ര സമയ പരിധി അതിന് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ബേനസസിലേക്ക് വരുമ്പം നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും അൺനെസസറി ഡിലേ ഇല്ലാതെ സബ്മിറ്റ് ചെയ്യാം, പക്ഷെ മാക്സിമം 6 മണിക്കൂറിനുള്ളിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. ബട്ട് വിത്തിൻ 6 hours ഫ്രം സച്ച് അറസ്റ്റ്, മാക്സിമം 6 മണിക്കൂർ എടുക്കാൻ പറ്റുള്ളൂ. ഷാൽ മേക്ക് ഓവർ, അയാൾ എന്ത് ചെയ്യുക? സബ്മിറ്റ് ചെയ്യുക. എവിടെയാണ്? ടു എ പോലീസ് ഓഫീസർ. ഒരു പോലീസ് ഓഫീസറിന്റെ മുന്നിൽ അയാളെ കൊണ്ടുവന്ന് കാണിക്കാം. ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എ പോലീസ് ഓഫീസർ. ഇനി അവിടെ ഒരു പോലീസ് ഓഫീസറിന് നമുക്ക് അടുത്ത 6 hours എത്തിപ്പറ്റാൻ പറ്റുന്നില്ല ഒരു പോലീസ് ഓഫീസറിലേക്ക്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ടേക്ക് സച്ച് പേഴ്സൺ ഓർ കോസ് ഹിം ടു ബി ഇൻ ദ കസ്റ്റഡി ഓഫ് എ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ. പോലീസ് ഓഫീസ്, നമുക്ക് അടുത്തൊരു പോലീസ് ഓഫീസർ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാം. ഇനി അടുത്തെങ്ങും ഒരു പോലീസ് ഓഫീസർ ഇല്ല, നമുക്ക് ആ ഒരു ഫോർ എക്സാമ്പിൾ ട്രാഫിക് അങ്ങനെ ഏത് പോലീസ് ഓഫീസർ ആയിക്കോട്ടെ ഉണ്ടെങ്കിൽ കൊണ്ടുകൊടുക്കാം. കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കസ്റ്റഡിയിൽ കൊടുക്കാം. എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറെ അധികം ചേഞ്ചസ് ഈ ഒരു സെക്ഷനിലുണ്ട്. ആദ്യത്തേത് 6 hours ഒരു ടൈം ഫ്രെയിം കൊണ്ടുവന്നു. അതേപോലെ തന്നെ നിയറസ്റ്റ് പോലീസ് ഓഫീസറിലേക്കോ അല്ലെങ്കിൽ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കോ കൊണ്ടുകൊടുക്കുക വിത്തിൻ 6 hours വിതൗട്ട് അൺനെസസറി എനി ഡിലേ. ക്ലിയർ അല്ലേ? If there is a reason to believe that such person comes under the provisions of subsection 1 of section 35, a police officer shall take him in custody. ഇനി ഇത്തരത്തിൽ നമ്മൾ അറസ്റ്റ് ചെയ്ത ഒരാളെ പോലീസ് ഓഫീസറിന്റെ മുന്നിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പോലീസിന് മനസ്സിലാവുകയാണ്, ശരി ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പോലീസിന് മനസ്സിലാവുകയാണ് 35 subsection 1, അതായത് നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണ്, 35 subsection 1 കോഗ്നിസിബിൾ ഒഫൻസ് ആണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് പോലീസിന് ബോധ്യപ്പെടുകയാണ്. ഞാൻ എക്സിനെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പറയാണ്, സി ഇന്ന ആള് ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യുന്നത് ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടു, റേപ്പ് ഈസ് എ കോഗ്നിസിബിൾ ഒഫൻസ് അല്ലെ. അപ്പൊ പോലീസ് ഓഫീസറിന് മനസ്സിലാവുകയാണ് ഓക്കെ കറക്റ്റ് ആണ് എന്ന് പോലീസ് ഓഫീസറിന് ബോധ്യപ്പെടുകയാണെങ്കിൽ പോലീസ് ഓഫീസർ എന്ത് ചെയ്യണം? കസ്റ്റഡിയിലേക്ക് ആ വ്യക്തിയെ എടുക്കാം. If there is a reasonable belief that he has committed a non-cognizable offense, ഇനി പോലീസ് ഓഫീസറിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പോലീസിന് മനസ്സിലാവുകയാണ് ഈ വ്യക്തി കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കോഗ്നിസിബിൾ ഒഫൻസ് അല്ല, ഒരു നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ യൂഷ്വലി എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. പക്ഷേ പേരും വിവരവും എടുത്തിട്ട് വേണം റിലീസ് ചെയ്യാനായിട്ട്. അത്തരത്തിൽ പേരും വിവരവും ചോദിക്കുന്ന സമയത്ത് ഹി റെഫ്യൂസസ് ഓൺ ഡിമാൻഡ് ഓഫ് എ പോലീസ് ഓഫീസർ ടു ഗീവ് ഹിസ് നെയിം. പോലീസിന് പേര് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഓർ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? നെയിമോ റെസിഡൻസോ തെറ്റായ നെയിമോ റെസിഡൻസോ കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഹി ഷാൽ ബി ഡെൽറ്റ് വിത്ത് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 39. നമ്മൾ പഠിച്ച പോലെ പോലീസ് ഓഫീസറിന് പേരും വിവരവും തെറ്റായി കൊടുക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം പേര് വിവരം കൊടുക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അറസ്റ്റ് ചെയ്യാം. പേര് വിവരം അസോർട്ടൻ ചെയ്യാനായിട്ട് അല്ലേ. സെക്ഷൻ 39 എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ മാനറിൽ ഈ വ്യക്തിയെ ഡീൽ ചെയ്യാം. But if there is no sufficient reason to believe that he has committed any offense, he shall be at once released. ഇനി ഇയാൾ ഒരു കുറ്റവും ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നെങ്കിൽ അപ്പൊ തന്നെ റിലീസ് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ്? ഒരു കുറ്റവും ചെയ്തില്ലെങ്കിൽ അപ്പൊ തന്നെ റിലീസ് ചെയ്യാം. ചെയ്തിരിക്കുന്നത് ഒരു നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ പേരും വിവരവും ചോദിച്ചിട്ട് റിലീസ് ചെയ്യാം. പേര് വിവരം ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ സെക്ഷൻ 39 പറയുന്ന പോലെ അറസ്റ്റ് ചെയ്യാം, പേര് വിവരം അസർട്ടൈൻ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കോഗ്നിസബിൾ ഒഫൻസ് ആണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലോ കസ്റ്റഡിയിൽ എടുക്കാം. ക്ലിയർ അല്ലേ? ഇനി കമ്പാരിസൺ എന്താണ്? ഇൻ സബ്സെക്ഷൻ 1 വിതൗട്ട് അൺനെസസറി ഡിലേ ഈസ് ഫർദർ സ്പെസിഫൈഡ് ബൈ ബട്ട് വിത്തിൻ 6 hours ഫ്രം സച്ച് അറസ്റ്റ്. ഇത് CRPC ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ റീ അറസ്റ്റ് ചെയ്യാന്നുള്ളത് ഓക്കെ. സബ്സെക്ഷൻ 2 CRPC ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലീസ് ഓഫീസറിന് ഇയാൾ ചെയ്തിരിക്കുന്നത് ഒരു കോഗ്നിസിബിൾ ഒഫൻസ് ആണ്, അതായത് സെക്ഷൻ 35 സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്ന ഒരു ഒഫൻസ് ആണ് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ റീ അറസ്റ്റ് ചെയ്യാം എന്നായിരുന്നു CRPC. അതായത് പ്രൈവറ്റ് പേഴ്സൺ ചെയ്യുന്നതാണ് ഫസ്റ്റ് അറസ്റ്റ്. ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലീസ് ഇയാളെ റീ അറസ്റ്റ് ചെയ്യുന്ന പോലെയായിരുന്നു CRPC കിടക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ അത് മാറ്റിയിട്ട് ഞാൻ ചെയ്യുന്ന അറസ്റ്റിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് ആളെ എന്ന രീതിയിലേക്ക് BNSS മാറ്റിയിട്ടുണ്ട്. അത് റൈറ്റ് ടു അറസ്റ്റ് ആണ് പ്രൈവറ്റ് പേഴ്സൺ ഉള്ളത്. അയാൾ അറസ്റ്റ് ചെയ്തു, പോലീസിന് ഇയാളെ ഒന്നുകൂടി അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, പകരം കസ്റ്റഡിയിൽ എടുത്താൽ മതി എന്ന ഒരു ലെവലിലേക്ക് സെക്ഷനെ റീഫ്രൈസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെക്ഷൻ 40. ഇനി നമുക്ക് സെക്ഷൻ 41 കിടക്കാം.
സെക്ഷൻ 41 അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് മജിസ്ട്രേറ്റിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? When an offence is committed in the presence of a magistrate, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിക്കോട്ടെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിക്കോട്ടെ, അവരുടെ മുന്നിൽ വെച്ച് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാണ് വിത്തിൻ എസ് ലോക്കൽ ജൂറിസ്ഡിക്ഷൻ, ആ മജിസ്ട്രേറ്റിന്റെ ലോക്കൽ ജൂറിസ്ഡിക്ഷനിൽ വെച്ചിട്ടായിരിക്കണം. അയാളുടെ മുന്നിൽ വെച്ച് വേറൊരു ലോക്കൽ ജൂറിസ്ഡിക്ഷൻ ആണെങ്കിൽ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ ലോക്കൽ ജൂറിസ്ഡിക്ഷനിൽ ഒരാൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാണ്. അങ്ങനെയെങ്കിൽ ഹി മേ ഹിംസെൽഫ് അറസ്റ്റ്, ഒന്നുകിൽ മജിസ്ട്രേറ്റിന് സ്വയം അയാളെ അറസ്റ്റ് ചെയ്യാം, ഓർ ഓർഡർ എനി പേഴ്സൺ ടു അറസ്റ്റ് ഒഫൻസ്, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഇയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. ആൻഡ് ബൈ thereupon subject to the provisions herein contained as to bail, എന്നിട്ട് ബെയിലുമായിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ നോക്കിയതിനു ശേഷം commit the offender to custody. അതായത് അതൊരു ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ കസ്റ്റഡിയിൽ ബെയിൽ കൊടുത്ത് വിടാം, നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ കസ്റ്റഡിയിൽ എടുത്ത് ഹാജരാക്കാൻ പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് ഒരു മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിക്കോട്ടെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിക്കോട്ടെ, ആരാണ് എക്സിക്യൂട്ടീവ് ആരാണ് ജുഡീഷ്യൽ, ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഡീൽ ചെയ്തു. അപ്പൊ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ ആരോ ആയിക്കോട്ടെ, അയാളുടെ മുന്നിൽ വെച്ച് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാണ്, തന്റെ ലോക്കൽ ജൂറിസ്ഡിക്ഷനിൽ ഇരിക്കവെയാണ് ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന് ഒന്നെങ്കിൽ സ്വയം ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം, എന്നിട്ട് ബെയിലിന്റെ പ്രൊവിഷൻസ് ഒക്കെ നോക്കിയിട്ട് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കാം. ഇനി അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാം, അങ്ങനെയെങ്കിലും ബെയിലിന്റെ പ്രൊവിഷൻസ് ഒക്കെ നോക്കിയിട്ട് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കാം. Any magistrate, whether executive or judicial, may at any time arrest or direct the arrest in his presence within his local jurisdiction of a person for whose arrest he is competent at the time and in the circumstances to issue a warrant. അതുപോലെ തന്നെ ഒരു മജിസ്ട്രേറ്റ്, അത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിക്കോട്ടെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിക്കോട്ടെ, മേ അറ്റ് എനി ടൈം അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം ഒരാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇൻ ഹിസ് പ്രസൻസ് വിത്തിൻ ഹിസ് ലോക്കൽ ജൂറിസ്ഡിക്ഷൻ, അയാളുടെ പ്രസൻസിൽ അയാളുടെ ലോക്കൽ ജൂറിസ്ഡിക്ഷനിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഡയറക്റ്റ് അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്യാനായിട്ട്. എങ്ങനെയുള്ള ഒരാളാണ്? ഈ വ്യക്തിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ ആ മജിസ്ട്രേറ്റ് കോമ്പീറ്റന്റ് ആണ്, ആ വ്യക്തിക്ക് ഒരു വാറന്റ് ഇഷ്യൂ ചെയ്യാൻ ഈ മജിസ്ട്രേറ്റ് ഫോർ എക്സാമ്പിൾ അയാൾ ചെയ്തിരിക്കുന്നത് ഒരു കോഗ്നിസിബിൾ ഒഫൻസ് ആണ്, അങ്ങനെയെങ്കിൽ ആ വ്യക്തി അറസ്റ്റ് ചെയ്യാനായിട്ട് വാറന്റ് ഇഷ്യൂ ചെയ്യാനുള്ള എല്ലാ അധികാരവും മജിസ്ട്രേറ്റിനുണ്ട്. അപ്പൊ അദ്ദേഹം അത്തരത്തിൽ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു മജിസ്ട്രേറ്റ് ആണെങ്കിൽ ആ മജിസ്ട്രേറ്റിന് അപ്പം തന്നെ വാറന്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ തന്നെ പറയാം ആരോടെങ്കിലും ഈ വ്യക്തി അറസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ സ്വയം അറസ്റ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ആദ്യത്തെ സിറ്റുവേഷനിൽ പറയുന്നത് എന്തെങ്കിലും ഒരു ഒഫൻസ് ഒരാൾ കമ്മിറ്റ് ചെയ്യാണ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ വെച്ചെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ സ്വയം അറസ്റ്റ് ചെയ്യാം, എന്നിട്ട് ബെയിലിന്റെ പ്രൊവിഷൻസ് ഒക്കെ നോക്കിയിട്ട് കസ്റ്റഡിയിലേക്ക് കൊടുക്കാം. രണ്ടാമത്തെ സിറ്റുവേഷനിൽ ബേസിക്കലി കോഗ്നിസബിൾ ഒഫൻസുകളെ കുറിച്ചാണ് പറയുന്നത്. അയാൾക്ക് തോന്നുകയാണ് എക്സ് എന്ന് പറയുന്ന ഒരാൾ തന്റെ മുന്നിൽ നിന്ന്, അല്ലെങ്കിൽ അയാളുടെ ലോക്കൽ ജൂറിസ്ഡിക്ഷനിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നൊരു കോഗ്നിസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യാണ്. അപ്പൊ എക്സിന് വാറന്റ് ഇഷ്യൂ ചെയ്യാനുള്ള എല്ലാ അധികാരവും മജിസ്ട്രേറ്റിനുണ്ട്. അങ്ങനെ നോൺ കോഗ്നിസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യാണ്, അങ്ങനെയെങ്കിൽ എക്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് വാറന്റ് ഇഷ്യൂ ചെയ്യാനുള്ള എല്ലാ അധികാരവും മജിസ്ട്രേറ്റിനുണ്ട്. അത്തരത്തിലൊരു വാറന്റ് ഇഷ്യൂ ചെയ്യാനുള്ള കോമ്പീറ്റൻസി ഉള്ള മജിസ്ട്രേറ്റ് ആണെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, അപ്പൊ തന്നെ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് പറയാം. വാറന്റ് ഇഷ്യൂ ചെയ്ത് അറസ്റ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ഓക്കെ, അതാണ് ഈ പ്രൊവിഷനിൽ പറയുന്നത്. ഇനി സെക്ഷൻ 42, പ്രൊട്ടക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സസ് ഫ്രം അറസ്റ്റ്. ആംഡ് ഫോഴ്സസ് കാരണം എന്താണ്? അവരെ കാര്യങ്ങൾക്ക് ഡീൽ ചെയ്തത് മറ്റ് മാർഷൽ ലോസ് ആണ് അല്ലെ, അതുകൊണ്ടാണ് സെക്ഷൻ 42 വ്യക്തമാക്കുന്നത്. Notwithstanding anything contained in section 35 and 39 to 41, no member of armed forces of the union shall be arrested for anything done or purported to be done by him in the discharge of his official duties except after obtaining the consent of the central government. അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ ആ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് എക്സൈസ് ചെയ്യുന്ന സമയത്തോ അദ്ദേഹത്തിന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാരണത്താൽ അദ്ദേഹം ആ ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒഫൻസോ അങ്ങനെ എന്തെങ്കിലും കാരണത്താലാണ് നമുക്ക് അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഒരു ആംഡ് ഫോഴ്സിലുള്ള ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ സെൻട്രൽ ഗവൺമെന്റിന്റെ കൺസെന്റ് വാങ്ങണം, അല്ലാതെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ്? നോ മെമ്പർ ഓഫ് ദി ആംഡ് ഫോഴ്സസ് ഓഫ് ദി യൂണിയൻ ഷാൽ ബി അറസ്റ്റഡ് ഫോർ എനിത്തിങ് ഡൺ ഓർ പർപ്പോർട്ടഡ് ടു ബി ഡൺ ബൈ ഹിം ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ്. അദ്ദേഹം ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാര്യം ചെയ്തു എന്ന കാരണത്തിൽ ഒരിക്കലും നമുക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എക്സെപ്റ്റ് ആഫ്റ്റർ ഒബ്റ്റൈനിങ് ദ കൺസെന്റ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. പക്ഷെ അറസ്റ്റ് ചെയ്യാം സെൻട്രൽ ഗവൺമെന്റിന്റെ കൺസെന്റ് വാങ്ങിയ ശേഷം. ക്ലിയർ അല്ലേ? ഇനി സെക്ഷൻ 43, അറസ്റ്റ് ഹൗ മെയ്ഡ്. എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്? അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസർ പാലിക്കേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. അത് കൂടാതെ എങ്ങനെ അറസ്റ്റ് മേക്ക് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. സെക്ഷൻ 43 അറസ്റ്റ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുന്നത്. ഇതനുസരിച്ച് ഇൻ മേക്കിംഗ് ആൻ അറസ്റ്റ് ദ പോലീസ് ഓഫീസർ or the other person making the same shall actually touch or confine the body of the person to be arrested unless there be a submission to the custody by word or action. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ പോലീസ് ഓഫീസർ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് പേഴ്സൺ ആയിരിക്കാം അല്ലെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളാരാണോ അയാളെ നമ്മൾ ആക്ച്വലി ടച്ച് ചെയ്യണം, അല്ലെങ്കിൽ അയാളെ കൺഫൈൻ ചെയ്യണം, പിടിച്ചു കെട്ടണം.
ടച്ച് ചെയ്യാം, കൺഫൈൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഈ ടച്ച് ചെയ്യലോ കൺഫൈൻ ചെയ്യലോ ആവശ്യമില്ല. എപ്പോഴാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളാരാണോ അദ്ദേഹം എന്ത് ചെയ്യണം, കസ്റ്റഡിയിലേക്ക് വരാൻ സമ്മതിക്കുകയാണ്. വേർഡോ ആക്ഷനോ വഴി അദ്ദേഹം പറയാണ് ഞാൻ കസ്റ്റഡിയിൽ വരാൻ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ അയാളെ ടച്ച് ചെയ്ത് കൺഫൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി അങ്ങനെ സമ്മതിച്ചില്ലെങ്കിലാണ് നമ്മൾ പിടിച്ച് ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ കൺഫൈൻ ചെയ്യുകയോ ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? പ്രൊവൈഡഡ് ദാറ്റ് എക്സെപ്ഷൻ ഉണ്ട്. വേറെ വുമൺ ഈസ് ടു ബി അറസ്റ്റഡ്. അറസ്റ്റ് ചെയ്യേണ്ടത് ഒരു സ്ത്രീയെയാണെങ്കിൽ അൺലെസ് സർക്കംസ്റ്റൻസസ് ഇൻഡിക്കേറ്റ് ടു ദ കോൺട്രറി, സാഹചര്യങ്ങൾ ഈ പറയുന്ന കാര്യത്തിനെതിരെ അല്ലാത്ത പക്ഷം her submission to the custody or an oral intimidation of arrest shall be presumed, and unless the circumstances otherwise require or unless the police officer is a female, the police officer shall not touch the person of the woman for making the arrest. അപ്പൊ എന്താണ് ആ വ്യക്തി, നമ്മൾ പറഞ്ഞു ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അയാൾ വേർഡോ ആക്ഷനോ വഴി സമ്മതിക്കണം ഞാൻ കസ്റ്റഡിയിൽ വരാൻ തയ്യാറാണ്, എങ്കിൽ മാത്രമേ അയാളെ നമുക്ക് കയ്യിൽ ടച്ച് ചെയ്യാതെയോ കൺഫൈൻ ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ ഒരു വുമണിനെയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അയാൾ ആ വുമൺ എക്സ്പ്രസ്ലി അത് പറയണം നിർബന്ധമില്ല. നിങ്ങൾ പ്രിസ്യൂം ചെയ്യണം അയാൾ കസ്റ്റഡിയിൽ വരാൻ തയ്യാറാണെന്ന്. ഓക്കെ, അപ്പൊ വുമൺ ഒരു വേറൊരാളാണെങ്കിൽ അയാൾ പറയണം ശരി ഞാൻ വരാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണ്, ഞാൻ കസ്റ്റഡിയിൽ വരും എന്ന് പറയണം. അത് വേർഡായിരിക്കും അല്ലെങ്കിൽ ആക്ഷൻ വഴി അത് വ്യക്തമായിട്ട് കാണിക്കണം. എന്നാൽ മാത്രമേ ടച്ച് ചെയ്യാതെയും കൺഫൈൻ ചെയ്തേയും അറസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ ഒരു വുമൺ ആണെങ്കിൽ പോലീസ് ഓഫീസർ പ്രിസ്യൂം ചെയ്യണം ആ വുമൺ വരാൻ തയ്യാറാണ് എന്ന് പ്രിസ്യൂം ചെയ്യണം. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ആ വ്യക്തിയുടെ പറച്ചിൽ വേർഡിലൂടെ ആക്ഷനിലൂടെ പോലീസിന് തോന്നുകയാണ് കസ്റ്റഡിയിൽ വരാൻ തയ്യാറല്ലെന്ന്, അങ്ങനെയാണെങ്കിൽ ടച്ച് ചെയ്യാം, കൺഫൈൻ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ പോലീസ് ഓഫീസർ ഫീമെയിൽ അല്ലെങ്കിൽ ഒരിക്കലും മറ്റൊരു, അതായത് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന പോലീസ് ഓഫീസർ ഒരു ഫീമെയിൽ പോലീസ് ഓഫീസർ ആണെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ടച്ച് ചെയ്യാനോ കൺഫൈൻ ചെയ്യാനോ പറ്റത്തുള്ളൂ. അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു മെയിൽ ഓഫീസർ ആണെങ്കിൽ, അതായത് ഫീമെയിൽ അല്ലെങ്കിൽ ഒരിക്കലും ആ വുമണിനെ ടച്ച് ചെയ്യാനോ കൺഫൈൻ ചെയ്യാനോ ഒരു മെയിൽ ഓഫീസറിന് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വനിതാ പോലീസ് ഉണ്ടായിരിക്കും. ഒരു ഫീമെയിലിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഫീമെയിലിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തോ ഒക്കെ എപ്പോഴും വനിതാ പോലീസിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? If such person forcibly resists the endeavor to arrest him or attempts to evade the arrest, such of police officer or other person may use all means necessary to effect the arrest. ഇനി അങ്ങനെ ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അയാൾ റെസിസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റിന്, അല്ലെങ്കിൽ ഓടിപ്പോകാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എന്ത് മാർഗത്തിലൂടെ വേണമെങ്കിലും പോലീസ് ഓഫീസറിന് ആ അറസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാം. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം കേസ് ലോസ് നോക്കാനായിട്ടുണ്ട്. നമുക്ക് നോക്കാതെ അടുത്തത്, the police officer may, keeping in view the nature and gravity of the offence, use handcuff while making the arrest of a person or while producing such person before the court who is a habitual or repeated offender or who has escaped from custody or who has committed the offence of organized crime, terrorist act, drug related crime, illegal possession of arms and ammunition, murder, rape, acid attack, counterfeiting of coins and currency notes, human trafficking, sexual offence against children or offence against the state. അപ്പോൾ എന്താണ് താഴെ പറയുന്ന ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ പോലീസ് ഓഫീസറിന് എന്ത് ചെയ്യാം, അയാളെ ആ ഒഫൻസിന്റെ നേച്ചറും ഗ്രാവിറ്റിയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഹാൻഡ് കഫ്സ്, എന്താ പറയാ നമ്മുടെ എന്തായിരുന്നു ഹാൻഡ് കഫ്സിന്റെ മലയാളം പെട്ടെന്ന് കിട്ടുന്നില്ല, ഹാൻഡ് കഫ്സ് ഇട്ടുകൊണ്ട് പോകാനായിട്ട് സാധിക്കും അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഓർ പ്രൊഡ്യൂസിങ് സച്ച് പേഴ്സൺ ബിഫോർ ദ കോർട്ട്, കോടതിയുടെ മുന്നിൽ ഹാജരാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്തോ ഹാൻഡ് കഫ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? എന്തൊക്കെയാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ്, ഏതൊക്കെ പേഴ്സണെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അയാളൊരു ഹാബിച്വൽ ഒഫൻഡർ ആണ്, കസ്റ്റഡിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത ഒരാളാണ്, ഒരു ഓർഗനൈസ്ഡ് ക്രൈം ചെയ്തിട്ടുണ്ട്, ടെററിസ്റ്റ് ആണ്, റേപ്പ് ചെയ്തു, അങ്ങനെയുള്ള കുറെ ഒഫൻസുകളൊക്കെ ചെയ്യുന്ന സമയത്ത്. Nothing in this section gives a right to cause the death of a person who is not accused of an offence punishable with death or imprisonment for life. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പോലീസ് ഓഫീസറിന് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്ത ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തെങ്കിലും മാർഗത്തിലൂടെ അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താം അല്ലേ. പക്ഷെ ഒരിക്കലും ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാളെ കൊലപ്പെടുത്താൻ സാധിക്കില്ല. അൺലെസ് എന്താണ്, നത്തിങ് ഇൻ ദ സെക്ഷൻ ഗീവ്സ് റൈറ്റ് ടു കോസ് ദ ഡെത്ത് ഓഫ് എ പേഴ്സൺ who is not accused of an offence punishable with death or imprisonment for life. ഡെത്തോ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫോ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റം ചെയ്യാത്ത, അല്ലെങ്കിൽ അതിൽ താഴെ ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റമാണ് ഒരു വ്യക്തി ചെയ്തിരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ മരണത്തിൽ കലാശിക്കാൻ പാടില്ല. ഓക്കെ, അതായത് ഡെത്തോ ഇംപ്രിസൺമെന്റോ വഴി ചെയ്ത ഒരു കുറ്റം ചെയ്ത അത് അതേപോലെ ഒരു ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റം ചെയ്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ കലാശിച്ചാലും കുഴപ്പമില്ല. പക്ഷേ യൂഷ്വലി അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് ഭയങ്കര നമ്മൾ ഇൻ റിയാലിറ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു സെക്ഷന്റെ യൂസേജ് എന്ന് പറയുന്നത്. ഇനി സബ്സെക്ഷൻ 5 നോക്കാം. സേവ് ഇൻ എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസ്, വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നോ വുമൻ ഷാൽ ബി അറസ്റ്റഡ് അൺലെസ് സൺസെറ്റ് ആൻഡ് ബിഫോർ സൺസെറ്റ്. ഈ സൺസെറ്റിന് ശേഷം, അതായത് സൂര്യൻ അസ്തമിച്ച ശേഷം ആ സൂര്യ ഉദയത്തിന് മുന്നേ, അത് നൈറ്റ് ടൈമിൽ, സന്ധ്യ മുതൽ രാവിലെ വരെയുള്ള ഒരു ടൈമിൽ
ഒരു വുമണിനെയും 6 PM to 6 AM അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് വേർ സച്ച് എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസ് എക്സിസ്റ്റ്. ഇനി വളരെ ഭയങ്കര എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസ് ആണെങ്കിൽ മാത്രമേ അത്തരത്തിൽ അറസ്റ്റ് ചെയ്യാൻ, ഈ ടൈമിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അങ്ങനെ ഒരു എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെങ്കിൽ വുമൺ പോലീസ് ഓഫീസർ ബൈ മേക്കിംഗ് എ റിട്ടേൺ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് പ്രയർ പെർമിഷൻ എടുക്കണം മജിസ്ട്രേറ്റിന്റെ. വിത്തിൻ ദ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ ദ ഒഫൻസ് ഇസ് കമ്മിറ്റഡ് ഓർ ദ അറസ്റ്റ് ഈസ് ടു ബി മെയ്ഡ്. ആ മജിസ്ട്രേറ്റിന്റെ പ്രയർ പെർമിഷൻ എടുത്തിട്ട് മാത്രമേ അറസ്റ്റ് പോസിബിൾ ആയിരിക്കുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം റീസെന്റ് 2023 22 എന്തോ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ് വാസ് സംവെയർ ഇൻ തമിഴ്നാടു ആണ്. ഒരു വുമണിനെ അറസ്റ്റ് ചെയ്തു നൈറ്റിന് ശേഷം ഒരു പോലീസ് ഓഫീസർ മജിസ്ട്രേറ്റിന് ഓർഡർ എടുക്കാതെ. ആ വുമണിനെ അടുത്ത ദിവസം മജിസ്ട്രേറ്റിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ ഭയങ്കരമായ കോംപ്ലിക്കേഷൻസും ഭയങ്കരമായ ഒരു ഫയറിങ്ങും ഒക്കെ കോർട്ടിന്റെ ഭാഗത്തുനിന്ന് പോലീസ് ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. വുമണിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു പ്രൊവിഷൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. 6 വൈകിട്ടിന് ശേഷം മോർണിംഗിന് മുന്നേ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസ് ആണ് അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന് അതിന് പ്രയർ പെർമിഷൻ ആവശ്യമാണ്. ഇനി എന്താണ് കമ്പാരിസൺ CRPC-യുമായിട്ട് നോക്കുമ്പോൾ ഈ സബ്സെക്ഷൻ 3 എന്ന് പറയുന്നത് ഒരു പുതിയ സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് കഫ് ചെയ്യുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ സെക്ഷൻ ആണ് കേട്ടോ. ഇതിന് മുന്നേ ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കേസസ് ആണ് നോക്കാനുള്ളത് നമ്മുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിൽ നമ്മൾ റീസെന്റ് ഇപ്പൊ ഡീൽ ചെയ്ത ഈ പറയുന്ന അറസ്റ്റ് ഹൗ മെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസ് ലോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കിനി അറസ്റ്റ് എന്ന ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഡിസിഷൻസ് നോക്കാം. അതിൽ ആദ്യത്തേത് നീലാബതി ബെഹ്റ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഒറീസ എന്ന് പറയുന്ന കേസാണ്. ഈ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ കേസിൽ സുപ്രീം കോടതി നമ്മുടെ ആർട്ടിക്കിൾ 21 ഒരു അറസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ലിബർട്ടിയെ കുറിച്ചും റൈറ്റ് ടു ലൈഫിനെ കുറിച്ചും പറയുന്ന ആർട്ടിക്കിൾ ആണ് അല്ലെ. അപ്പൊ ഈ ആർട്ടിക്കിളിൽ ഒരാളുടെ ലിബർട്ടി റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ പ്രോസസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ വേണം, അല്ലെങ്കിൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ വേണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കേസിലൂടെ സുപ്രീം കോടതി പറയുകയാണ്, ശരിയാണ് ആർട്ടിക്കിൾ 21 ഒരാളുടെ ലിബർട്ടി റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ലോയുടെ പ്രൊസീജിയറോട് കൂടി റെസ്ട്രിക്ട് ചെയ്യാൻ സാധിക്കുമായിരിക്കാം. എങ്കിൽ പോലും അത്തരത്തിലൊരു റെസ്ട്രിക്ഷൻ വരുന്ന സമയത്ത് താഴെ പറയുന്ന ഗൈഡ് ലൈനുകൾ പാലിക്കണം. അങ്ങനെ കോടതി നമ്മുടെ സുപ്രീം കോർട്ട് അപെക്സ് കോർട്ട് കുറച്ച് ഗൈഡ് ലൈൻസ് കൊണ്ടുവരികയാണ് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഈ നീലാബതി ബെഹ്റ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഒറീസ AAR 1993 നടന്ന കേസാണ്. The Supreme Court reiterated that prisoners and detainees should not be deprived of their fundamental rights under Article 21, and only the restriction permitted by law could be imposed on the enjoyment of their fundamental right. അതെ, നമുക്കറിയാം ആർട്ടിക്കിൾ 21 പറയുന്ന റൈറ്റ് വയലേറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരു റൈറ്റ് ആണ്. ഇനി ആ റൈറ്റ് വയലേറ്റ് ചെയ്യണമെങ്കിൽ അത് എന്ത് വഴി ആയിരിക്കണം? ഒരു ലീഗൽ പ്രൊസീജിയർ വഴി ആയിരിക്കണം. The Apex Court further laid down the following guidelines and said that arrest and detention will be subject to the guidelines. എന്നിട്ട് നമ്മുടെ സുപ്രീം കോർട്ട് താഴെ പറയുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, അറസ്റ്റോ ഡീറ്റൻഷനോ ഒക്കെ നടത്തുകയാണെങ്കിൽ അത് ഈ പറയുന്ന ഗൈഡ് ലൈൻസിന് സബ്ജക്റ്റീവായിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. The violation of these guidelines would attract not only departmental action but also the contempt of court proceedings in a high court having jurisdiction over the matter. ഈ ഒരു ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് രീതിയിലായിരിക്കും അത് പ്രശ്നങ്ങളിലേക്ക് പോകും. ഒന്ന്, അത് എന്തായിട്ട് മാറും? അതൊരു ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആരാണോ, ഏത് പോലീസ് ഓഫീസറാണോ ഈ ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്യുന്നത് അവർക്കെതിരെ നമുക്ക് ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ എടുക്കാം. കൂടാതെ അതൊരു വെറും ഡിപ്പാർട്ട്മെന്റൽ ആക്ഷനിൽ മാത്രം ഒതുങ്ങില്ല, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, അതായത് കോടതി അലക്ഷ്യ കേസ്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീഡിംഗ്സ് കൂടി നമുക്ക് തുടങ്ങാൻ പറ്റും ഹൈക്കോർട്ടിൽ. ഇനി എന്തൊക്കെയാണ് ഈ നീലാബതി കേസിൽ കോർട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്? അതിൽ ആദ്യത്തേത്, ദി പോലീസ് ഓഫീസർ ഹു അറസ്റ്റ് and handles the interrogation of the arrestee must wear accurate, visible and clear identification and name tags with their designation. Designationോടൊപ്പം അവരുടെ നെയിം ടാഗ്സ് ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. ഏത് വ്യക്തി അറസ്റ്റ് ചെയ്യാലും ഒരു വ്യക്തി ഇന്ററോഗേറ്റ് ചെയ്യുന്ന പോലീസ് ഓഫീസറും ക്ലിയർലി അവരുടെ നെയിം കാണുന്ന രീതിയിലുള്ള ടാഗ്സ് യൂസ് ചെയ്യണം. The details of all such police personnel who handle interrogation must be registered in the register. ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്തിട്ട് ഈ രജിസ്റ്ററിൽ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ ഇന്ററോഗേറ്റ് ചെയ്യുന്ന എല്ലാ പോലീസ് ഓഫീസേഴ്സിന്റെയും ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. The police officer carrying out the arrest must prepare a memo of arrest at the time of arrest, and it shall be attested by at least one witness who may either be a member of the family of the arrestee or a respectable person of the locality from the arrestee's made. നമ്മുടെ സെക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ റിട്ടീറേറ്റ് ചെയ്യാണ്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മെമ്മോ പ്രിപ്പയർ ചെയ്യുക, അതിന് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും വിറ്റ്നസ് ആയിട്ട് സൈൻ ചെയ്തിരിക്കണം. ആ വിറ്റ്നസ് ആകുന്ന ആൾ ഒന്നുകിൽ ഫാമിലി മെമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ ഒരു റെസ്പെക്ടബിൾ പേഴ്സൺ ആയിരിക്കാം. It shall also be countersigned by the arrested person and shall contain the time and date of arrest. അത് കൗണ്ടർസൈൻ ചെയ്യണം. അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾ അത് സൈൻ ചെയ്യണം. കൂടാതെ അതിനകത്ത് ഡേറ്റും ടൈമും വ്യക്തമാക്കിയിരിക്കണം.
A person who has been arrested and is being held in custody in a police station or interrogation center or other lockup shall be entitled to have one friend or relative or other person known to him or having an interest in his welfare be informed as soon as possible about his arrest and detention in a particular place unless attesting witness of the memo of arrest is himself such a friend or relative of the arrestee. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറസ്റ്റ് ചെയ്ത വ്യക്തിക്ക് താൻ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും തന്നെ പോലീസ് സ്റ്റേഷനിലേക്കോ ഇന്ററോഗേഷൻ സെന്ററിലേക്കോ അല്ലെങ്കിൽ ലോക്കപ്പിലേക്കോ മാറ്റുകയാണെന്നും ആരെ വിളിച്ചറിയിക്കാം? തന്റെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെയോ അദ്ദേഹത്തിന് അറിയുന്ന അദ്ദേഹത്തിൽ എന്തെങ്കിലും താല്പര്യമുള്ള ആൾ, അതായത് അദ്ദേഹത്തിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള നോർമലി അദ്ദേഹത്തിന് അറിയുന്ന ഒരാളെ വിളിച്ച് പറയാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ആവശ്യകതയില്ല. എപ്പോഴാണ് മെമോ ഓഫ് അറസ്റ്റിൽ സൈൻ ചെയ്യുന്നത് ഫാമിലി മെമ്പർ ആണെങ്കിൽ ഇതിന്റെ ഉദ്ദേശം എന്താണ്? അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എന്നെ ഒരു പോലീസ് അറസ്റ്റ് ചെയ്യാണ്, എന്റെ ചുറ്റുമുള്ള ആൾക്കാർക്കൊന്നും എന്നെ അറിയില്ലെങ്കിൽ എന്നെ അറിയുന്ന ആരെങ്കിലും ഞാൻ അറിയിക്കണമല്ലോ ഞാൻ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതാണ് നമുക്ക് ഈ വിളിച്ചു പറയാനുള്ള റൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി എന്നെ അറസ്റ്റ് ചെയ്യുന്ന മെമ്മോയിൽ സൈൻ ചെയ്തത് എന്റെ ഫ്രണ്ടോ റിലേറ്റീവോ തന്നെയാണെങ്കിൽ ഓൾറെഡി എല്ലാവരെയും അറിയിക്കാം, അല്ലെ? അവരറിയിച്ചോളും ബാക്കിയുള്ളവർ ഞാൻ അറസ്റ്റ് ആയി എന്നുള്ള വിവരം. അപ്പം ഞാനിനി ആരെ അറിയിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ പറഞ്ഞത് ഫ്രണ്ടോ റിലേറ്റീവോ സൈൻ ചെയ്തെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെ പർപ്പസ് സേവ് ആയി. പർപ്പസ് എന്താണ്? ആരെങ്കിലും അറിയിക്കണം, ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം ഞാൻ അറസ്റ്റ് ആയിരുന്നത്. ആ പർപ്പസ് സേവ് ആയി. അപ്പൊ പിന്നെ ഇനി ഒന്നുകൂടി ഈ വ്യക്തി ആരെങ്കിലും വിളിച്ച് പറയേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഫ്രണ്ടോ റിലേറ്റീവോ സൈൻ ചെയ്യുന്നെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ ആരെങ്കിലും ആണ് സൈൻ ചെയ്യുന്നതാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെയോ ഒക്കെ നമുക്ക് വിളിച്ച് പറയാനുള്ള റൈറ്റ് ഉണ്ട്. The time, place of arrest and venue of custody of an arrestee must be notified by the police where the next friend or relative of the arrestee lives outside the district or town through the local aid organization in the district and the police station of the area concerned telegraphically within a period of 8 to 12 hours after the arrest. ഇനി ഈ വ്യക്തിയുടെ ഏതെങ്കിലും ഫ്രണ്ടോ റിലേറ്റീവോ ഒക്കെ താമസിക്കുന്നത് ആ ഡിസ്ട്രിക്റ്റിനോ ടൗണിനോ പുറത്താണെന്ന് കരുതുക. ആ ജില്ലാ പരിധിയിൽ ഇയാൾക്ക് അറിയുന്ന ആരുമില്ല, ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് ഇയാളുടെ അറിയുന്നവരെയൊക്കെ തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വ്യക്തി അറസ്റ്റ് ചെയ്തിരിക്കുന്ന ടൈം, പ്ലേസ്, എവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, വെന്യൂ ഓഫ് കസ്റ്റഡി, എവിടെയാണ് ഇയാളെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്, ഇത്രയും വിവരങ്ങൾ പോലീസ് ഒന്നെങ്കിൽ അവിടുത്തെ ലോക്കൽ എയ്ഡ് ഓർഗനൈസേഷൻ, ആ ഡിസ്ട്രിക്റ്റിലെ ലോക്കൽ എയ്ഡ് ഓർഗനൈസേഷൻ വഴിയോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പോലീസ് ഓഫീസർ ടെലഗ്രാഫിക്കലി, അതായത് ടെലഗ്രാം അയച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് 8 to 12 മണിക്കൂർ അറസ്റ്റ് കഴിഞ്ഞ് 8 to 12 hours അപ്പുറത്തെ ഡിസ്ട്രിക്റ്റിലുള്ള അല്ലെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിന് പുറത്തുള്ള ആരെയാണോ അറിയിക്കേണ്ടത് അവരിലേക്ക് ഈ വിവരം എത്തിച്ചിരിക്കണം. അടുത്തത്, the person arrested must be made aware of his right to have someone informed of his arrest or detention as soon as he is put under arrest or is detained. നമുക്കറിയാം, ഇത്തരത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ തനിക്ക് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം മറ്റാരെങ്കിലും വിളിച്ച് അറിയിക്കാനുള്ള അവകാശമുണ്ട് എന്ന കാര്യം ആരാണ് ഈ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കേണ്ടത്? പോലീസാണ്, അല്ലെ? അപ്പൊ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഇയാളെ അറിയിക്കണം, ഇയാളെ ഇൻഫോം ചെയ്യണം, ഇത്തരത്തിലൊരു അവകാശം താങ്കൾക്കുണ്ടെന്നും താങ്കൾക്ക് ആരെങ്കിലും വിളിച്ചറിയിക്കാമെന്നും പറയണം. An entry must be made in the case diary at the place of detention regarding the arrest, which shall also disclose the name of his next friend who has been informed of the arrest and the name and details of the police officials in whose custody the arrestee is. അതുപോലെ തന്നെ കേസ് ഡയറിയിൽ, പോലീസിന്റെ കേസ് ഡയറിയിൽ ഒരു എൻട്രി മേക്ക് ചെയ്യണം. ഈ എൻട്രി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കേസ് ഡയറിയിൽ മേക്ക് ചെയ്യേണ്ടത്? ഒന്ന്, പ്ലേസ് ഓഫ് ഡീറ്റൻഷൻ, ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളെ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത ഏത് ഫ്രണ്ടിനെ അല്ലെങ്കിൽ ആരെയാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം അറിയിച്ചിരിക്കുന്നത്, ആരാണ് അറസ്റ്റ് ചെയ്തത്, പോലീസ് ഓഫീസറിന്റെ ഡീറ്റെയിൽസ്, നെയിം ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദി പോലീസ് ഓഫീഷ്യൽസ് ഇൻ ഹൂ കസ്റ്റഡി ദ അറസ്റ്റീസ്, അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ ആരുടെ കസ്റ്റഡിയിലാണ്, ആരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ വിവരങ്ങൾ, ആരെയാണ് വിളിച്ച് അറിയിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ, എവിടെയാണ് അദ്ദേഹത്തിനെ കീപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ, ഇത് ഇത്രയും കേസ് ഡയറിയിൽ മേക്ക് ചെയ്യണം. On request, the arrestee should also be examined at the time of his arrest and any major or minor injuries if present on his or her body must be recorded at that time. റിക്വസ്റ്റ് ചെയ്യാണ്, അറസ്റ്റ് പറയാണ്, എനിക്ക് ഇന്ന രീതിയിലുള്ളൊരു മെഡിക്കൽ ഇഞ്ചുറി ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് നമുക്ക് എക്സാമിൻ ചെയ്യാം, എന്നിട്ട് എന്തെങ്കിലും മൈനറോ ഇഞ്ചുറീസ് ഒക്കെ അദ്ദേഹത്തിന്റെ ദേഹത്തുണ്ടെങ്കിൽ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാം. The inspection memo must be both signed by the arrestee and the police officer and copy must be given to the arrestee. ഈ റെക്കോർഡ് ചെയ്യുന്ന ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്പെക്ഷൻ മെമ്മോ. ഈ ഇൻസ്പെക്ഷൻ മെമ്മോ അറസ്റ്റിയും സൈൻ ചെയ്യണം, പോലീസ് ഓഫീസറും സൈൻ ചെയ്യണം. ഇതിന്റെ ഒരു കോപ്പി നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് കൊടുക്കുകയും വേണം. നെക്സ്റ്റ്, the arrestee should be subjected to a medical examination by a trained doctor every 48 hours during his detention in custody by a doctor on the panel of approved doctors
appointed by the director head services of the concerned state or union territory. എന്ത് ചെയ്യണം? ഇത് കൂടാതെ നമ്മുടെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഓരോ 48 മണിക്കൂർ കൂടുമ്പോഴും മെഡിക്കൽ എക്സാമിനേഷൻ വിധേയമാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗൈഡ് ലൈൻസ് ആണ് കേട്ടോ. മെഡിക്കൽ എക്സാമിനേഷൻ വിധേയമാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ഡോക്ടറിന്റെ മെഡിക്കൽ എക്സാമിനേഷൻ ആണ് വിധേയമാക്കേണ്ടത്? ഒരു ട്രെയിൻഡ് ഡോക്ടർ, അതായത് ഈ ഡോക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് ആയിരിക്കും. ആ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയുടെ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. ഈ പാനൽ ഓഫ് ഡോക്ടേഴ്സിൽ ഏതെങ്കിലും ഒരു ഡോക്ടറിന്റെ എടുത്ത് വേണം ഈ അറസ്റ്റ് എന്ത് ചെയ്യാനായിട്ട്, മെഡിക്കൽ എക്സാമിനേഷന് കൊണ്ടുപോകാനായിട്ട്. ഓരോ 48 മണിക്കൂറും നമ്മൾ ഇത്തരത്തിൽ മെഡിക്കൽ എക്സാമിനേഷന് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകത ഉണ്ട്. അപ്പൊ ഇത്രയും ഗൈഡ് ലൈൻസ് ആണ്, അല്ലെങ്കിൽ ഇത്രയും ഈ 8 കാര്യങ്ങളാണ് നമ്മുടെ സുപ്രീം കോടതി നീലാവതി ബെഹ്റ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കാര്യങ്ങളിൽ പലതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ CRPCയിലേക്ക് നമ്മൾ അമെന്റ്മെന്റ് വഴിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ BNSSലേക്ക് വരുമ്പം ഈ പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് BNSSൽ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു കേസാണ് DK ബാസു കേസ്. അടുത്ത അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലാൻഡ്മാർക്ക് ഡിസിഷൻ ആണ് DK ബാസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ കേസ്. ഇതിനകത്ത് എന്താ പറയുന്നത്? The Supreme Court laid down certain basic requirements to be followed in all cases of arrest or detention till legal provisions are made in that behalf as a measure to prevent custodial violence in an extreme case ആണ് DK ബാസു കേസ് അല്ലെ. അപ്പൊ ഈ കേസിൽ സുപ്രീം കോടതി കുറെ റിക്വയർമെന്റ്സ് കൊണ്ടുവന്നു, ഗൈഡ് ലൈൻസ് പോലെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും ഒരാളെ അറസ്റ്റ് ചെയ്യുകയോ ഡീറ്റെയിൻ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് പാലിച്ചിരിക്കണം എന്ന് വ്യക്തമാക്കിയ ഒരു കേസാണ് DK ബാസു കേസ്. എന്തൊക്കെയാണ് ഗൈഡ് ലൈൻസ്? ആദ്യമേ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി അറസ്റ്റിംഗ് ഓഫീസർ മസ്റ്റ് ബി ക്ലിയർലി വിസിബിൾ ആൻഡ് ഓൾ ഡീറ്റെയിൽസ് മസ്റ്റ് ബി റെക്കോർഡ് ഇൻ രജിസ്റ്റർ. അറസ്റ്റ് ചെയ്യുന്ന ഓഫീസറിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, അത് ക്ലിയർലി വിസിബിൾ ആയിരിക്കണം, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യണം. എ മെമ്മറാൻഡം മസ്റ്റ് ബി പ്രിപ്പയർഡ് കണ്ടെയ്നിങ് ഓൾ ദി ഡീറ്റെയിൽസ് വിച്ച് മസ്റ്റ് ബി വിറ്റ്നസ്ഡ് ബൈ വൺ ഓർ ബൈ നിയർ ഓർ ഡിയർ ഓഫ് ദി ഡീറ്റെയിനി. ഒരു മെമ്മറാൻഡം പ്രിപ്പയർ ചെയ്യണം നമ്മൾ, അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം. ഇതിൽ വിറ്റ്നസ് ആയിരിക്കേണ്ടത് ബൈ നിയർ ഓർ ഡിയർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് ഡിയർ എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആ ലോക്കലിലുള്ള ആരെങ്കിലും, നിയറസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും, അങ്ങനെ ഒരാൾ വേണം വിറ്റ്നസ് ചെയ്യാനായിട്ട്. പോലീസ് മസ്റ്റ് എൻഷുർ ദാറ്റ് അക്യൂസ് ഷുഡ് അവെയിൽ ദ റൈറ്റ് ടു ബി ഇൻഫോംഡ്. പോലീസ് എൻഷുർ ചെയ്യണം അക്യൂസിന് അറിയാമെന്ന്, അയാൾക്ക് താൻ അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം മറ്റാരെങ്കിലും അറിയിക്കാനുള്ള അവകാശമുണ്ട്. ആ റൈറ്റ് ടു ബി ഇൻഫോംഡ് എന്ന് പറഞ്ഞൊരു അവകാശം ഉണ്ട് എന്നുള്ളൊരു വിവരം പോലീസ് അയാളെ അറിയിച്ചു കൊടുക്കണം. അത് അയാൾ എക്സൈസ് ചെയ്തെന്ന് പോലീസ് ഉറപ്പുവരുത്തണം. പോലീസ് നീഡ് ടു ഇൻഫോം ഇസ് അബൌട്ട് ലീഗൽ എയ്ഡ് ഓർഗനൈസേഷൻ വിത്തിൻ 8 to 12 hours ഓഫ് അറസ്റ്റ്. 8 to 12 hours തൊട്ടടുത്ത ലീഗൽ എയ്ഡ് ഓർഗനൈസേഷനിൽ ഈ വിവരം എന്ത് ചെയ്യണം, ലീഗൽ എയ്ഡ് ഓർഗനൈസേഷൻ ഉണ്ട് എന്നുള്ള വിവരം ഇദ്ദേഹത്തിനെ അറിയിക്കേണ്ട ഒരു ബാധ്യത പോലീസിനുണ്ട്. ഇതെപ്പോഴും ആപ്ലിക്കബിൾ ആവുക അറസ്റ്റ് ചെയ്ത ആളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ പുറത്താണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിലുള്ള ലീഗൽ എയ്ഡ് ഓർഗനൈസേഷനിൽ അറിയിക്കണം ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നും. എന്നിട്ട് പുറത്തുള്ള ആൾക്കാരെ പോലീസ് 8 to 12 hours എങ്ങനെയെങ്കിലും ഇൻഫോം ചെയ്യണം. The person arrested must be informed his right as an accused. അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളെ, അയാൾക്ക് എന്തൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ അക്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്ക് കുറെ റൈറ്റുകളും നമ്മുടെ CRPC അതായത് BNSS ഗ്രാന്റ് ചെയ്യുന്നുണ്ട്. ഈ റൈറ്റ് എന്തൊക്കെയാണെന്ന് ഇയാളെ നമ്മൾ അറിയിക്കണം. ഫോർ എക്സാമ്പിൾ, ഇയാൾക്കൊരു ലീഗൽ അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുകൂടാതെ ഇയാളുടെ ലിബർട്ടി റെസ്ട്രിക്ട് ചെയ്യുന്നതിനുള്ള ഹാൻഡ് കഫ്സ് ഇടുന്നതിന് ഇങ്ങനെ കുറെ റൈറ്റുകളുണ്ട് അല്ലേ. ഇതൊക്കെ ഇയാളെ അറിയിക്കണം. An entry must be made in the prescribed diary. കേസ് ഡയറി ആണ്. കേസ് ഡയറിയിൽ എൻട്രി ഉണ്ടാക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു അത്. If the arrestee is injured, he must be legally examined. എന്തെങ്കിലും ഇഞ്ചുറീസ് അദ്ദേഹത്തിന്റെ ദേഹത്തുണ്ടെങ്കിൽ ലീഗലി എക്സാമിൻ ചെയ്തൊക്കെ റെക്കോർഡ് ചെയ്യുക. മെഡിക്കൽ എക്സാമിനേഷൻ ഷുഡ് ബി ഡൺ വിത്തിൻ 48 hours. അറസ്റ്റ് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ നിർബന്ധമായിട്ട് മേലെ മെഡിക്കൽ എക്സാമിനേഷന് സബ്ജക്ട് ചെയ്യുക. ഓൾ ഡീറ്റെയിൽസ് മസ്റ്റ് ബി സെൻഡ് ടു മജിസ്ട്രേറ്റ് ഇൻ റൈറ്റിംഗ്. ഈ വിവരങ്ങളൊക്കെ, എല്ലാ വിവരങ്ങളും മജിസ്ട്രേറ്റിനെ എഴുതി അറിയിക്കുക. അറസ്റ്റി മസ്റ്റ് ബി അലൗഡ് ടു മീറ്റ് അറ്റോർണി. അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. A room shall be provided to officers for communication. ഒരു റൂമിൽ ഇവർക്ക് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു സാഹചര്യമൊക്കെ പോലീസ് ഒരുക്കി കൊടുക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ അറസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിട്ടില്ല. നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പഠിച്ചു. അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട പ്രൊസീജിയർ എന്താണെന്നും ചെയ്യുന്ന ഓഫീസറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ലാൻഡ്മാർക്ക് കേസസും നമ്മൾ ഡീൽ ചെയ്തു. ബാക്കി ക്ലാസ്സിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബാക്കി പ്രൊവിഷൻസ് നോക്കാം. അതുവരെ താങ്ക് യു.